ടീച്ചർ. അതായത് ക്ലയന്റിന് ബോധ്യം ഉണ്ടാവണം ഈ ആളുടെ അടുത്തേക്ക് എന്നെ കൗൺസിലിംഗ്. ചില അമ്മമാരുണ്ട് കൗൺസിലിങ്ങിന് പിള്ളേരെ പിടിച്ച് വെച്ച് കൊണ്ടുപോകും, വേറെ എന്തെങ്കിലും നുണയൊക്കെ പറഞ്ഞു കൊണ്ടുപോകും. അമ്മയുടെ കൂട്ടുകാരിനെ കാണാൻ പോകാറുണ്ട്. ഞാൻ ഈ പെണ്ണിനെ ആദ്യമായിട്ട് കാണും. അമ്മയുടെ കൂട്ടുകാരുടെ അടുത്ത് പോകണം. അപ്പോൾ മോനും കൂടി പറയും. എന്നിട്ട് ഇവിടെ വന്നിട്ട് കുട്ടീനെ അവിടെ എടുത്തിട്ട് എഴുതുന്നതിനുള്ളിൽ ഓടി വന്നിട്ട് പറയും എന്നിട്ട് മോനെ കൊണ്ടുവന്നേക്കണേ കേട്ടാന്ന്. അത് തന്നെ കൗൺസിലിംഗ് ഫ്ലോപ്പാണ്. ഞാൻ അങ്ങനെയുള്ള ഒരു കേസും എടുക്കാറില്ല. നേരിട്ട് പറഞ്ഞ് നമ്മൾ മോനെ കൗൺസിലിങ്ങിനാണ്, മോനെ എനിക്കും മോനെ മാനേജ് ചെയ്യാൻ അമ്മയ്ക്ക് പറ്റുന്നില്ല, അപ്പോൾ അമ്മയുടെ കുഴപ്പമുണ്ടാവാം, അങ്ങനെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ അമ്മയുടെ കുട്ടികൾക്ക് ഒന്ന് മോൻ പറഞ്ഞു കൊടുക്കുന്ന സിസ്റ്റം അമ്മ എങ്ങനെയൊക്കെ മാറ്റം വരുത്തേണ്ടത് അമ്മയ്ക്ക് അറിയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ കൗൺസിലിങ്ങിനല്ല ഉണ്ട് വേറെ ഓരോ നുണയും പറഞ്ഞ് ഒരാളെ കൊണ്ടുവന്നു. അപ്പോൾ ആ കുട്ടിയെ എന്നെ ആക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല. ഇനി ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നൊരു കേസാവണം. എൻ്റെ അടുത്ത് വരുന്ന ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് ഏത് ടൈപ്പിലുള്ള കേസ് വന്നാലും എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ല, പറ്റണം. പറ്റാത്ത കേസിൽ എന്ത് ചെയ്യും? നമ്മൾ പറയണം, അയ്യോ ഇയാൾക്ക് കൗൺസിലിംഗ് നടത്താൻ ഞാൻ യോഗ്യമല്ല, എനിക്ക് പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും എനിക്ക് റെഫർ ചെയ്യാം. ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്ത് ഒരു എക്സിബിഷനിസ്റ്റ് കൗൺസിലിങ്ങിനുണ്ട്. എക്സിബിഷനാണ് മനസ്സിലായത് നിങ്ങൾക്ക്? അതൊരു നോർമൽ പ്രോബ്ലമാണ്. സ്വന്തമായ ലൈംഗിക അവയവങ്ങൾ ആരെങ്കിലൊക്കെ തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രസ്ഡപ്പ്, നമുക്ക് കണ്ടാൽ തോന്നുന്നു ജയ്ജാറ്റിക് ഫിഗർ, നല്ല മെടുക്കനായിട്ടൊരു പയ്യൻ കൗൺസിലിംഗ് വന്നു. ഞാൻ ഇവിടെയല്ല, അന്ന് കൊച്ചിയിലാണ്. കൗൺസിലിങ്ങിന് വന്നു. അവിടെ വന്ന് ഹാളിൽ ഇരുന്നു. ഞാൻ ഫോം കൊടുത്തു. അതിലവനൊന്നും എഴുതിയില്ല, പേഴ്സണൽ പ്രോബ്ലം മാത്രമേ എഴുതിയിട്ടുള്ളൂ. പിന്നെ വന്നിരുന്നിട്ട് പതുക്കെ പിന്നെ അവൻ്റെ പെരുമാറ്റം വളരെ മോശമാണെന്ന് എനിക്ക് തോന്നി. അതൊരു 15-20 മുമ്പ്. അപ്പോൾ എൻ്റെ ഒരു ഫീലിംഗ്, ഞാനിപ്പോൾ ഇത്രയും ഓൾഡ് ഏജ് മീൻസ് ഇത്രയും പ്രായം, അന്ന് വളരെ യങ് ആയിട്ടുള്ളൊരു സിസ്റ്ററാണ് ഞാൻ. അപ്പം ഞാൻ ചോദിച്ചു, ഇയാളെ കണ്ടപ്പോൾ എനിക്ക് അത്ര ഒരു പോസിറ്റിവിറ്റി കിട്ടിയില്ല. അപ്പോൾ അയ്യോ ഞാനൊന്ന് റെഫർ ചെയ്യാണ്, ഇയാളെ വേറൊരു സ്ഥലത്തേക്ക് റെഫർ ചെയ്യാണ്, എനിക്ക് കൗൺസിലിംഗ് നടത്താനുള്ള സ്കില്ല് എനിക്കില്ല, അവിടെ ഇങ്ങോട്ടും അത് സെൻറ്റർ പറഞ്ഞിട്ട് അപ്പം ഞാനൊന്ന് റെഫർ ചെയ്തിട്ട് ഇവിടെ സാന്ത്വനം കൗൺസിലിംഗ് സെൻറ്റർ എറണാകുളത്ത്, അത് നെയിൽ ആണ്, അച്ഛനുണ്ട്, പിന്നെ അച്ഛൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് വിട്ടു. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കേസ് ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് കൗൺസിലിംഗ് നടത്താൻ നമ്മൾ തുനിയരുത്. അതിനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടാവും എന്ന് ഞാൻ അന്വേഷിക്കണം. അപ്പോൾ എനിക്ക് എൻ്റെ ക്ലയൻറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം, ക്ലയൻറ്റിന് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അത് ഒന്നാമത്തെ ഒരു കാര്യം. പിന്നെ ഓരോ ഇൻഡിവിജ്വലും യുണീക്കാണെന്ന് അംഗീകരിക്കാൻ എനിക്ക് പറ്റണം. അതായത് ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ എൻ്റെ ക്ലയൻറ്റ് വിചാരിക്കണമെന്ന് നിർബന്ധം ഇല്ല. നമുക്കിപ്പോൾ ഒരാൾക്കൊരു പ്രോബ്ലം നമുക്ക് തോന്നുകയാണ്, നമുക്ക് വേണമെങ്കിൽ ഇൻഡയറക്റ്റ്ലി അവരോട് പറയാം, സോ യു ക്യാൻ കം. ഇപ്പം ഞങ്ങൾ സിസ്റ്റേഴ്സ് ആകുമ്പോൾ നമ്മൾ ഇത്തിരി ചാരിറ്റബിൾ ബേസിൽ നമ്മളിപ്പോൾ ആരോടും അങ്ങനെ ഒരു ലെവലിലാവില്ല. ചിലപ്പോൾ ഇവിടെ വരുന്ന കേസുകളൊക്കെ അങ്ങനെ തന്നെ അവർ പ്ലാൻ ചെയ്ത് വരുന്ന ആളല്ലായിരിക്കും. പക്ഷേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു ഇഷ്യൂ നമ്മൾ കാണുന്നു, അവർക്കറിയില്ല കാരണം സൈക്കോളജിസ്റ്റ് ആണെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ അവരോട് അവിടെ വരെ വായോ നമുക്ക് നോക്കാം. അപ്പോൾ അല്ലെങ്കിൽ കൂടെയുള്ള ആൾ സിസ്റ്റർ പറഞ്ഞത് ഈ സിസ്റ്റർ സൈക്കോളജിസ്റ്റാണ്, അപ്പോൾ മോനത് അവിടെ വരെ വന്നാൽ നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അവർ പറയുന്ന നമ്മുടെ ഒരു ആവശ്യം പോലെ ആൾ വരണേ. അപ്പോൾ അത് നന്നാവുമോ? ഒരിക്കലും നന്നാവില്ല. അപ്പം അവർക്ക് തോന്നണം എനിക്ക് പോയാൽ എന്തെങ്കിലും ഗുണമുണ്ട്. ഇനി ഓരോ വ്യക്തിയുടെയും നീഡ് യുണീക്കാണ്. ഒരാളുടെ കേസ് പോലെയല്ല വേറൊരാളുടെ കേസ്. അപ്പോൾ ഒരേ തരത്തിൽ ചിലപ്പോൾ പ്രശ്നം ഒന്നായിരിക്കാം. ചിലപ്പോൾ കള്ളുടി നേടിയ എല്ലാവരും പ്രശ്നം, മൂന്നാളും ഒന്നും കള്ളുടി, മൂന്നാളുടെയും പ്രശ്നം കള്ളുടിയല്ല. പക്ഷെ 3 കള്ളുടിയന്മാരെ 3 തരത്തിൽ നമ്മൾ കാണും. സോ ഈച്ച് വൺ ഈസ് ഡിഫറെൻറ്റ്. ഓരോരുത്തരുടെ യുണീക്ക് നീഡാണ്. അപ്പം കമ്മതി അടിച്ച് കാടടച്ച് വെടിവെക്കാൻ പറ്റില്ല. അതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ പ്രിൻസിപ്പൽ പെർമിസീവ്നെസ്. The process of counseling must permit the environment to be developed as per the individual's needs. എൻ്റെ അടുത്ത് വന്ന് ഇൻഡിവിജ്വൽ നീഡ് എന്താണോ അതനുസരിച്ചിട്ടുള്ള ഒരു ക്ലൈമറ്റ്, ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? എനിക്ക് സാധിക്കണം. അതിനുള്ളൊരു ഓപ്പൺനെസ് കൗൺസിലറിന് ഉണ്ടാവണം. കാരണം ഈച്ച് വൺ ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ അതിനുള്ള പെർമിസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലയൻറ്റിനാണ് അവിടെ സ്വാതന്ത്ര്യം. ക്ലയൻറ്റിൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഒരു പെർമിസീവ്നെസ് കൗൺസിലർ കൊടുക്കണം, അതുണ്ടാക്കി കൊടുക്കണം. അപ്പോഴാണ് ആ കൗൺസിലിംഗ് ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യമാണ് റെസ്പെക്റ്റ്. ഗിവ് റെസ്പെക്റ്റ്, ബഹുമാനം കൊടുക്കുക. ക്ലയൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് അവൻ മോശക്കാരനല്ല. അപ്പം എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന എല്ലാവരെയും എന്നെ പോലെ തന്നെ ഡിഗ്നിറ്റി ഉള്ള വ്യക്തിയാണെന്ന്
നമ്മൾ മനസ്സിലാക്കണം, അംഗീകരിക്കണം. എന്നിട്ട് വേണം ആ ആൾക്ക് നമ്മൾ ഹെൽപ്പ് കൊടുക്കുന്നത്. അപ്പോൾ റെസ്പെക്ടിങ് ദ ഫീലിങ്സ് ഓഫ് ദ പേഴ്സൺ, എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആളുടെ അനുഭവങ്ങളെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കണം. സീക്കിംഗ് എ കൗൺസിലർ മസ്റ്റ് ബി ഇൻ്റഗ്രൽ ടു പ്രോസസ് ഓഫ് കൗൺസിലിംഗ്. അപ്പോൾ ആവശ്യത്തിന് റെസ്പെക്ട് പരസ്പരം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ദ നെക്സ്റ്റ് ഈസ് തിങ്കിങ് വിത്ത് ദ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിൻ്റെ ഒപ്പം ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ഇൻഡിവിജ്വലിൻ്റെ ഒപ്പം ചിന്തിക്കാൻ പറ്റണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? എ കൗൺസിലർ മസ്റ്റ് ബി ഏബിൾ ടു തിങ്കിങ് ഇൻ എ മാനർ ദാറ്റ് മാച്ചസ് ദ തോട്ട് പ്രോസസ് ഓഫ് ഇൻഡിവിജ്വൽ, ബിക്കോസ് only then can the counselor work collectively with the individual find a solution to the problem. അതായത് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കൗൺസിലി ചിന്തിക്കുന്ന പോലെ ആയിരിക്കണം എന്നില്ല ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ അയാൾ പറയണം, എക്സാമ്പിൾ, ഒരിക്കലും കപ്പിൾ കൗൺസിലിംഗ് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് ഇത്രയും നീട്ടി പറയാനായിട്ടാ, അല്ലെങ്കിൽ ഞാൻ പടപടാന്ന് പോകും. ഇനിയുള്ള ക്ലാസ്സുകൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു കപ്പിൾ കൗൺസിലിംഗിനാണ്. അപ്പം ഭർത്താവ് എന്നെ വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞു, സിസ്റ്റർ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 10-15 കൊല്ലമായി. എൻ്റെ മൂത്ത കുട്ടി 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, രണ്ടാമത്തെ കുട്ടി 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഇളയ കുട്ടി UKG-യിലാണ് പഠിക്കുന്നത്. 3 മക്കളുണ്ട്. എൻ്റെ ഭാര്യ ടീച്ചറാണ്, ഞാൻ ബാങ്ക് എംപ്ലോയിയാണ്, ബാങ്ക് മാനേജറാണ്. എൻ്റെ ഭാര്യ കുറേ നാളുകളായിട്ട് എന്നെ അവോയ്ഡ് ചെയ്യണം. ഇതാണ് എൻ്റെ പ്രശ്നം. എന്താണ് അവോയ്ഡ് ചെയ്യുന്നത്? എനിക്കൊരു 9:30 ആകുമ്പോഴേക്കും സിസ്റ്റർ എനിക്ക് കിടക്കണം. എനിക്ക് അത്ര ക്ഷീണിതനായിട്ടാണ് ഞാൻ വരണേ. 6-7 മണി വരെ ബാങ്കിൽ ജോലി ചെയ്ത് വരുമ്പോൾ ഒരു 9:30 ആകുന്നുണ്ടെങ്കിൽ എനിക്ക് കിടക്കണം. ഇവിടെ 9:30 പറഞ്ഞ ടൈമിൽ ഇവിടെ ഒരിക്കലും 9:30 കിടക്കണം എന്നുണ്ടെങ്കിൽ 10:30 ഞാൻ വയ്ക്കാം. 9:30 അവിടെ ബെഡ്റൂമിൽ വന്നാലേ ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് ഉണ്ടാവുള്ളൂ, ഒരു കപ്പിൾ സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 10:30 ഞങ്ങൾക്ക് കിടക്കണം. അതിന് ഇവിടെ 9:30 വരില്ല. ഇവർ 11 ഞാനൊക്കെ ഉറങ്ങി കുടുംബം വലിച്ചിട്ട് അവിടെ വരുള്ളൂ. കുറേ ഇളയ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഞങ്ങൾ തമ്മിൽ യാതൊരു സെക്ഷൽ കോണ്ടാക്റ്റും ഇല്ല. അതുകൊണ്ട് ഞാൻ മടുത്തു, സിസ്റ്റർ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറയാം. അപ്പോൾ ഞാൻ അയാളെ മാനിച്ചു. അയാൾ പറഞ്ഞു, ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചത്, എന്ത് ഭാര്യ എന്ന് നമ്മൾ വിചാരിക്കും, നമ്മുടെ മുൻവിധി എന്തായിരിക്കും? കമോൺ, എന്ത് ഭാര്യയായിരിക്കും. പിന്നെ എന്തൊക്കെ ചിന്തിക്കും? നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരാളെ കൗൺസിലിംഗ് ഒന്നും ചെയ്യില്ല, എന്തൊക്കെ ചിന്തിക്കാം? ഭാര്യയുടെ ഭാഗത്ത് കളഞ്ഞു. വെരി ഗുഡ്, അങ്ങനൊരു ചിന്തയെങ്കിലും വന്നല്ലോ. ഇപ്പൊ ഇയാൾ അങ്ങനെ പറയണം. ഇവിടെ ഇയാൾ പറഞ്ഞ സത്യമായിട്ട് നോക്കുകയാണെങ്കിൽ, ഇയാൾ പറഞ്ഞ ഭാഷയിൽ നോക്കുകയാണെങ്കിൽ, ഈ ഭാര്യ ഇളയ കുഞ്ഞ് UKG പഠിക്കുന്ന കൊച്ചു ജനിച്ചതിന് ശേഷം ഒരിക്കലും ഞങ്ങൾ തമ്മിൽ ഒരു ലൈംഗിക ബന്ധമില്ല, ഇവിടെ രാത്രി കിടക്കാനായിട്ട് മുറി വരുന്നില്ല, അപ്പോൾ എന്തോ ഒരു കുഴപ്പം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവും. ഭാര്യയെ വിളിച്ചു. അപ്പൊ ഭാര്യ ഇങ്ങനെ ഇരിക്കുന്നത്, സിസ്റ്റർ എന്നെ എത്രാമത്തെ സ്ഥലത്തെ കൊണ്ടുവരുന്ന അറിയോ സിസ്റ്റർ? ലോകത്തില്ലാത്ത എല്ലാ പ്രാർത്ഥനക്കാരുടെ അടുത്ത് എന്നെ കൊണ്ടുപോയി കഴിഞ്ഞു. സിസ്റ്റർ അടുത്ത് കൊണ്ട് പറഞ്ഞില്ലേ, പിന്നെ പറയാനല്ലേ ഇയാൾ വന്നേ, ഞാൻ ഇയാളുടെ അടുത്ത് കൂടെ കിടക്കില്ലേ എന്നല്ലേ? ഈ കൂടെ കിടക്കില്ല മാത്രമല്ല പെണ്ണിന്റെ പണി. അപ്പൊ ഞാൻ പറയാം, എന്തൊരു പണിയുണ്ട് ഒന്നറിയാത്ത, അത് മാത്രമല്ല പണി, പിന്നെ എന്തൊക്കെ പണി? സിസ്റ്റർ അറിയണോ, ഞാനൊരു HM ആണ് ഒരു സ്കൂളിൽ. എനിക്ക് 100 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ട് എൻ്റെ സ്കൂളിലെത്തണമെങ്കിൽ. HM ആണെന്ന് എനിക്ക് സിസ്റ്റർ അറിയാതെ എനിക്ക് 9 മണിയാകുമ്പോഴേക്കും എനിക്ക് സ്കൂളിലെത്തണം. ഞാനിവിടെ 7:30 പോയാലാണ് ബസ് കയറി ഞാൻ അവിടെ എത്തുള്ളൂ. 1 മണിക്കൂർ ഡ്രൈവറുടെ സ്ഥലം, പക്ഷേ ബ്ലോക്കുള്ള 1.5 മണിക്കൂറാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആണെങ്കിൽ 5 മണി 6 മണി ആവേണ്ട 5 മണി ആവേണ്ട അവിടെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല, HM ആയതുകൊണ്ട്. ഇത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുമ്പോൾ ഓരോ വഴിക്ക് ഞാൻ മാർക്കറ്റിൽ പോയിട്ട് മീൻ മേടിക്കണം. എൻ്റെ ഭർത്താവുണ്ടല്ല, ഇയാൾ ആകെ കൂടി എൻ്റെ വീട്ടിൽ ചെറിയ ഇയാൾ ഒരു ഓർക്കിഡ് പ്രേമിയാണ്. ഒരു ഓർക്കിഡ് കച്ചവടമാണ് ഇയാൾക്കുള്ളത്. ബാങ്കിൽ നിന്ന് ഏതാണ്ട് ലോൺ കിട്ടി കുറേ ഓർക്കിഡ് കൃഷിയാക്കി 3 മണിക്കുന്ന പോലെ ഒരു പൈപ്പ് വെച്ച്, പെണ്ണ് പറഞ്ഞ അതേ ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറയാം. ആ പൈപ്പ് വെച്ച് ഇയാൾ ഇങ്ങനെ ഓർക്കിഡ് നനയ്ക്കലാണ് ഇയാളുടെ ആകെയുള്ള പണി. ഓർക്കിഡ് വേറെ ഈ വീട്ടിൽ എന്തെല്ലാം പണിയുണ്ട് സിസ്റ്റർ? ഈ ഓർക്കിഡ് നനച്ചാൽ കുടുംബം അങ്ങോട്ട് പോവോ? 3 പിള്ളേരുണ്ട്. ഞാൻ ചോദിച്ചു, മോളെ നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സിസ്റ്റർ ഞാൻ ബസ് ഇറങ്ങി മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് മാർക്കറ്റിൽ നിന്ന് മീനും മേടിച്ച് നുറുക്കി വെച്ച മീൻ വിളിച്ചു പറയും ഞാൻ അയാളോട്, ഏതൊന്ന് നുറുക്കി വെച്ചേക്കണം, അത് റെഡിയാക്കി വെച്ചേക്കണം. അത് റെഡിയാക്കി വെച്ച് ആ മീനും മേടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് വരാം. ഞാൻ വീട്ടിൽ വരുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഇളയ കിടക്കുന്ന ഷൂ കിടക്കും, പെട്ടി കിടക്കും, ബാഗ് കിടക്കും, പാത്രം കിടക്കും. കാലത്ത് തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങൾ തുടങ്ങി സിങ്കിൽ കുന്നുകൂടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ ഇനി ചോറെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇറക്കി വെക്കണം, അത് ചൂടാക്കണം. രാവിലെ എടുത്ത് വെച്ചിട്ട് പോയാൽ പണിക്കും. ആ ചോറെടുത്ത് ഇറക്കി വെച്ച് എല്ലാം മറ്റുള്ള ഒരാഴ്ചകൾ വെച്ച് വയ്ക്കും. അത് കറി. അത് കഴിഞ്ഞ് മീൻകറി ഇല്ലാണ്ട് ഇയാൾക്ക് ഭക്ഷണം പറ്റില്ല. എനിക്ക് പച്ചക്കറി മതി സിസ്റ്റർ. ഈ മീൻകറി ഉണ്ടാക്കാൻ പിന്നെ അതിന് നേരെ അതിന് സവോള അരിയണം, ഇഞ്ചി അരിയണം. മീൻകറി വെറുതെ ഉണ്ടാവും സിസ്റ്റർ, ഇയാൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചേ, കുട്ടികളെ കുളിപ്പിക്കണം, കുട്ടികളെ ഹോംവർക്ക് ചെയ്യണം, ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്കുള്ള മാവ് അരച്ചു വെക്കണം. ഇതെല്ലാം കഴിഞ്ഞ്
ഞാൻ കിടക്കാൻ വരുമ്പോൾ മണി 11. ഞാൻ വരുമ്പോഴേക്കും ഇയാൾ പുറത്തു പോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാൻസ് കളിക്കാൻ പോവാ ഞാൻ. അപ്പം എനിക്ക് തോന്നി പാവം ഭർത്താവേ, നമ്മളെ എത്രയോ ഭാഗ്യം. ശരിയല്ലേ? ആ പെണ്ണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വളരെ വിഷമിച്ച് പറയണം. അപ്പം ഞാൻ ഈ ചേട്ടനോട് ചോദിച്ചു, എൻ്റെ ചേട്ടാ ഈ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ, അപ്പോൾ നമുക്ക് 9:30 വീട്ടിലെത്തണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം നിനക്ക് ചെയ്ത് വെച്ചൂടെ? ഈ ഓർക്കിഡ് മാത്രം കളിച്ചാൽ വീട്ടിലെ കാര്യങ്ങളാവോ? അത് സിസ്റ്റർ, ഞാൻ എൻ്റെ വീട്ടിൽ ഒരിക്കലും അടുക്കള പണി ഒരു പണി ഞാൻ ചെയ്തിട്ടില്ല സിസ്റ്റർ, എനിക്ക് ഒന്നും അറിയില്ല സിസ്റ്റർ. അപ്പം ഞാനൊന്ന് പറഞ്ഞുതരാം ചേട്ടാ, അതുപോലെ എന്തെങ്കിലും ചെയ്യുമോ? പറഞ്ഞു, ശ്രമിച്ചോക്കാം. അപ്പം എന്നോ ഇയാൾ വരുന്നതിന് മുന്നേ, ഈ പെണ്ണ് വരുന്നതിന് മുന്നേ ബാങ്കിൽ നിന്ന് പോരുമ്പോൾ ആ മീൻ മേടിച്ചിട്ട് വരാൻ പറ്റുമോ? അയ്യോ പണ്ട് ഞാൻ ബാങ്ക് മാനേജറാണ് സിസ്റ്റർ, മാർക്കറ്റിൽ പോകണം മീൻ മേടിക്കാനായിട്ട്. അത് ശരി, അപ്പോൾ HM എങ്ങനെയാണ് മാർക്കറ്റിൽ പോകണേ മീൻ മേടിക്കാനായിട്ട്? ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലേ? അത് ചെയ്ത് നോക്കുന്നത്. ഒരു മീൻ മേടിച്ച് ആ കവറിൽ വേണമെങ്കിൽ നല്ല സഞ്ചരിച്ച് കഴിപ്പിച്ചോ, അതിൽ ആ തരണ മീൻ അതിൽ ഇങ്ങനെ കഴിപ്പിച്ചോ, കരിമ മീൻ ഒന്ന് തുടർന്നിട്ട് കൊണ്ടുവന്നോ. അത് അങ്ങനെ കൊണ്ടുവന്ന ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റുമോ? ഫ്രീസറിൽ വയ്ക്കരുത്, ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റുമോ? അത് വേണമെങ്കിൽ ചെയ്ത് നോക്കാൻ പറ്റും, വലിയ കുഴപ്പമുണ്ടാവില്ല, വയ്ക്കാം. അത് ഒരു സവോള എടുത്തിട്ട് അതങ്ങോട്ട് കട്ട് ചെയ്തിട്ട്, ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല, കയ്യും മുന്നാലോട്ട് സാരില്ല, ഒരു ദിവസത്തെ മുറികളോ പിന്നെ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ കുറിച്ചിലൊക്കെ പഠിച്ചോ. ഒരു സവോള ചെന്നാക്കി അറിയാൻ പറ്റും. ടീച്ചറൊന്ന് കാണിച്ചു കൊടുക്കണോട്ടാന്ന് പറഞ്ഞു. സവോള അരിഞ്ഞ് വയ്ക്കാൻ പറ്റും. ഒരു കഷ്ണം ഇഞ്ചി അറിയാൻ പറ്റും. ഇനി വഴിയിൽ കിടക്കണ കുട്ടികളുടെ ഡ്രസ്സും സോക്സും ഷൂവും ബാഗും പെട്ടിയൊക്കെ എടുത്ത് ഒന്ന് അതാത് സ്ഥലത്ത് വെപ്പിക്കാൻ പറ്റും. ആ കുട്ടികളൊന്ന് കുളിക്കാൻ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞാൽ അനുസരിക്കും. അപ്പൊ പറഞ്ഞാലും അനുസരിക്കുക. അമ്മ 10 പ്രാവശ്യം പറഞ്ഞാലും അനുസരിക്കില്ല. അതൊന്നും പറ്റും, അത് പറ്റും. അവരുടെ ഹോംവർക്ക് ഒന്ന് നോക്കാവോ? എന്തൊക്കെ ഹോംവർക്ക് നമ്മൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാലോ. അപ്പൊ ഒന്ന് എന്താ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്, അപ്പൊ അതൊന്നും നോക്കാൻ പറ്റും. അതൊന്നും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് പറ്റും. ആ സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങൾ 6ാം ക്ലാസ്സിലായി കൊണ്ടൊന്നും ക്ലീൻ ചെയ്യാൻ, അപ്പനും കൂടി കൂടിയിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റൂല്ലോ. അത് ശരി, പിന്നെ ചെയ്യാൻ പറ്റാതെ ആ ഫ്രിഡ്ജിലിരുന്ന് ചോറ് തോന്ന് പുറത്തു വയ്ക്കാൻ പറ്റും. അത് വയ്ക്കും. നീന്തൽ വെക്കാൻ എന്നോട് പറയുന്നുണ്ട് സിസ്റ്റർ, ഞാൻ പറയില്ല അത് പറഞ്ഞു. അപ്പൊ ഈ പെണ്ണിരുന്ന് ചിരിക്കുകയാണേ. ഇത്രയൊക്കെ ചെയ്യുന്ന അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഇത്രയൊക്കെ ചെയ്യുന്ന ഒമ്പരയിൽ അങ്ങനെ ഇട്ടിരിക്കാൻ തന്നു. റിയലൈസേഷൻ. മറ്റത് ഈ ഭാര്യ 24 മണിക്കൂർ യാളുടെ മുഖത്തേക്ക് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്താണെന്ന് പറയുന്നത്, എന്റെ പ്രശ്നം ഇതാണ് എന്നീ പെണ്ണ് പറഞ്ഞാൽ മതി. അത് പറയുന്നില്ല. അപ്പൊ ഈ ഒരു ഡയലോഗ് കഴിഞ്ഞപ്പോഴേക്കും ഈ ഭർത്താവിന് മനസ്സിലായി, സിസ്റ്റർ ഇതായിരുന്നു ഞാൻ എത്രയോ നാളുകളായി ഇതിനു വേണ്ടി നടക്കണേ. 1 മാസം കഴിഞ്ഞ് കൗൺസിലിംഗ് പെട്ടെന്ന് സിസ്റ്റർ സോ ഹാപ്പി വി ആർ. ആ പെണ്ണും നല്ല ഉണ്ടൊക്കെ വെച്ചാൽ പിടിക്കുകയെ അവളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ഭർത്താവ് ഇയാളെ, എന്നാൽ ഇയാളെ കൊണ്ട് ഒരു കുഴപ്പമില്ല, കണ്ടുപിടിക്കില്ല, വീട് വലിക്കില്ല, 10 വയസ്സ് വെറുതെ കളയില്ല, എല്ലാ കാര്യങ്ങളും വീട്ടിൽ ഭംഗിയായിട്ട് ചെയ്യും. നല്ല ഭർത്താവാണ്, പക്ഷെ നല്ല അച്ഛനാണ്, നല്ല കുടുംബനാഥനാണ്, പക്ഷെ നല്ല ഭർത്താവാണ്. പിടികിട്ടിയ. അപ്പൊ ഇത് ഒരു റിഫ്ലക്ഷനാണ് നമുക്ക്. അപ്പൊ തീർച്ചയായിട്ടും തിങ്കിങ് വിത്ത് എ ഇൻഡിവിജ്വൽ. എൻ്റെ അടുത്ത് വരുന്ന വ്യക്തിയുടെ കൂടെ ചിന്തിക്കാൻ എനിക്ക് പറ്റണം. ഭർത്താവിനെ നമ്മൾ തട്ടി താഴ്ത്തിയിട്ട് കാര്യമില്ല. അത് ശരിയാണ്, അയാൾ ഇത്ര നാളും ജീവിച്ചത് ജോലി ഇല്ലാത്ത ഒരു അമ്മയായിരുന്നു അയാളുടെ കൂടെ ഉണ്ടായിരുന്നത്. അയാളുടെ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ജോലിയില്ലാത്ത അമ്മയുടെ കൂടെ ജീവിച്ച ആ മനുഷ്യന് അയാളുടെ അച്ഛൻ ജീവിച്ച പോലെ രാജാവായിട്ടാണ് അമ്മ കൊണ്ടുവരുന്നത്. അച്ഛൻ ജോലിക്കാരനായിരുന്നു, അമ്മയ്ക്ക് ജോലിയില്ലായിരുന്നു. അപ്പോൾ കൊണ്ട് വീട്ടിൽ ഒരു പണിയാണെങ്കിൽ എടുത്തിട്ടില്ല, അയാളത് കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ രണ്ടുപേരും വർക്കിംഗ് ആണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ. അപ്പോൾ ഇറ്റ് ഈസ് മാച്ചസ് ദ തോട്ട് പ്രോസസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അത് ഒരു കൗൺസിലറുടെ പ്രധാനപ്പെട്ട ഗുണമാണ്. ദെൻ ലേണിംഗ്, എ പ്രോസസ് എൻറ്റെയിൽസ് ലേണിംഗ്. ശരിയാ? ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ ലേണിംഗ്. അപ്പൊ ഈ കൗൺസിലർ ഇതൊരു ലേണിംഗ് പ്രോസസ്സാണ്. കൗൺസിലർ പഠിക്കണം. ഒരു വ്യക്തിയെ നമ്മുടെ അടുത്ത് വന്നാൽ ആ വ്യക്തികളെ നമ്മൾ പഠിക്കണം, അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. മാസ്മരിക വിദ്യയൊന്നും അല്ല ഇത്. ചിലപ്പോൾ നമ്മൾ ചക്കിട്ട മോര് ചാവും എന്ന് പറയുന്ന പോലെ ചിലപ്പോൾ നമ്മളൊരു ഇൻഡ്യൂഷനൊക്കെ വർക്കൗട്ട് ചെയ്താൽ ചാവും. എല്ലാ പ്രാവശ്യം ഇൻഡ്യൂഷൻ വർക്കായിട്ട് വേണമെന്ന നിർബന്ധം ഇല്ല. ദെൻ കൺസിസ്റ്റൻസി വിത്ത് ദ ഐഡിയൽസ് ഓഫ് ഡെമോക്രസി. എപ്പോഴും നമ്മൾ വിചാരിക്കും ഡെമോക്രാറ്റിക് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെമോക്രസി എന്താണ്? ജനാധിപത്യം എന്ന് വെച്ചാൽ എന്താണ്? അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ഈക്വാളിറ്റി, സമത്വം, അല്ലേ? സമത്വ സുന്ദരമായ ഒരു ലോകം, ഇൻഡിവിജ്വൽ ഫ്രീഡം, ഇൻഡിവിജ്വൽ റൈറ്റ്സ്, അതൊക്കെ നമ്മൾ ഏത് കാര്യത്തിലും നമ്മളത് പ്രൊമോട്ട് ചെയ്യണം. കൗൺസിലിംഗിലും അത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. റെസ്പെക്ട് ദ ഡിഫറെൻറ്റ് നീഡ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് ദ വേരിയസ് ഇൻഡിവിജ്വൽസ് ഹൂ സീക്ക് കൗൺസിലിംഗ്.
കൗൺസിലിങ്ങിന് വരുന്ന ആളുകളുടെ പലതരത്തിലുള്ള ഇൻട്രസ്റ്റും നീഡ്സും എല്ലാവരുടെയും ഒരുപോലെ ആവില്ല. അത് നമ്മൾ മാനേജ് ചെയ്യാനായിട്ട്, അത് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് കൗൺസിലിംഗ്. കൗൺസിലിങ്ങിന് ഉള്ളിൽ എത്തിക്സ് ഉണ്ടോ? കൗൺസിലിങ്ങിന് എത്തിക്സ് ഉണ്ടോ? എന്തൊക്കെയായിരിക്കും? നമ്പർ 1, ബീയിങ് ട്രസ്റ്റ് വർത്തി. കൗൺസിലർ മസ്റ്റ് റിഗാർഡ് കോൺഫിഡൻഷ്യാലിറ്റി. അതായത് പറയുന്ന കാര്യങ്ങൾ വേറൊരാളോട് പറയില്ല എന്ന ഉറപ്പ് ക്ലയന്റിന് ഉണ്ടാവണം. അതായത് ഇവിടുത്തെ കാര്യങ്ങൾ അടുത്ത വന്ന ആളോട് പറഞ്ഞു, മറ്റവരോട് പറഞ്ഞു. നമുക്ക് കേസ് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ ഇഷ്ടം പോലെ കേസുകൾ പറഞ്ഞ് ടോക്ക് ഇട്ടിട്ടില്ല. അത് അതിന് ഇൻഡിവിജ്വലിൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. അപ്പം അതുകൊണ്ട് അതല്ല. പക്ഷെ നേരിട്ട് ഈ ഇവിടെ നിന്ന് കിട്ടിയ കാര്യം അവിടെ കൊടുത്തു, അവിടെ നിന്ന് കിട്ടിയ കാര്യം അവിടെ കൊടുത്തു, അങ്ങനെ ട്രസ്റ്റ് വർത്തി അല്ലാത്ത കൗൺസിലറാണെങ്കിൽ അയാളുടെ അടുത്ത് പിന്നെ ആരെങ്കിലും പോവോ? അയാളുടെ അടുത്ത് ഒരു പട്ടിയും പോകുന്നത്. ഇനി അടുത്ത ഓട്ടോണമി. ദ ക്ലയന്റ് മസ്റ്റ് വോളണ്ടറിലി പാർട്ടിസിപ്പേറ്റ്. അതായത് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വരണം നമ്മുടെ അടുത്ത്. അയാളുടെ റൈറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാൻ കൗൺസിലറിന് പാടില്ല. അപ്പോൾ അതിനൊരു ഓട്ടോണമി നമ്മൾ എന്താണ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ദെൻ ബെനഫിസൻസ്. ദ കൗൺസിലർ മസ്റ്റ് ക്യാരി ഔട്ട് കൗൺസിലിംഗ് ദാറ്റ് പ്രൊമോട്ട്സ് വെൽബീയിങ് ഓഫ് ദ ക്ലയന്റ്. നമ്മുടെ മൊത്തത്തിൽ ബെനഫിഷ്യൽ ആയിട്ടായിരിക്കണം നമ്മുടെ കൗൺസിലിംഗ് തോന്നുന്നത്. അയാൾക്ക് എന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള ഒരു വെൽബീയിങ് ഈ കൗൺസിലിംഗ് കൊണ്ട് കമോൺ കിട്ടണം. ഓക്കെ. ഇനി അടുത്തതോ നോൺ മെലിഫിസൻസ് എന്ന് പറയുന്നത് എന്താണ്? The counselor must ensure that the client is not harmed. ഏത് തരത്തിലാണെങ്കിലും ക്ലയന്റിന് ഒരു ഉപദ്രവം ഉണ്ടാകാത്ത രീതിയിൽ കൗൺസിലർ മാനേജ് ചെയ്യുന്ന ഒരു ഉറപ്പ് ക്ലയന്റിന് കിട്ടണം. ചിലപ്പോൾ അതായത് ഒരു ഉപദ്രവം, മെലിഗ്രൻസി എന്ന് പറയില്ലേ, അതിൽ നിന്ന് വന്നിട്ടുള്ളൊരു വാക്കാണ് മെലിഫിസൻസ്. ഞാനത് നോക്കി, ഞാനും അങ്ങനത്തെ ഒരു വാക്ക് ആദ്യമായിട്ട് ആ പുസ്തകത്തിൽ കണ്ടത്. അപ്പം ഈ പുസ്തകത്തിൽ നിങ്ങൾ സംശയിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനത് എഴുതിയിട്ടതാണ്. നിങ്ങൾ ഈ ടെക്സ്റ്റിൽ കൊണ്ടുവരുന്നത് മെലിഗ്നൻസി എന്ന് പറഞ്ഞില്ല. അപ്പം ഒരു ഈവിൾ, ബിനൈൻ ഓർ മെലിഗ്നന്റ് എന്ന് പറയില്ല, ട്യൂമറസ്, ക്യാൻസറസ്, ട്യൂമറസ്, മെലിഗ്നന്റ്. ഞാൻ ആ വാക്ക് ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ എന്ന് വെച്ചാൽ കൗൺസിലർ മസ്റ്റ് എൻഷുർ ദാറ്റ് ദ ക്ലയന്റ് ഇസ് നോട്ട് ഹാർംഡ്. ഏത് വിധത്തിലാണെങ്കിലും നീ പറയുന്ന ഈ പ്രശ്നത്തിൽ നിനക്കൊരു ഉപദ്രവവും ഉണ്ടാകില്ല. ഞാനത് നീ പറഞ്ഞു എന്നുള്ള മട്ടിൽ പറയില്ല, ഞാൻ എൻ്റേതാക്കി വേറെ രീതിയിൽ പറയും. നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയിച്ചാൽ അതിനിപ്പോൾ സിസ്റ്റർ ഞങ്ങൾ എങ്ങനെ പറയാതെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ടങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ലവ് ഫെയർ ആണെങ്കിൽ ചിലപ്പോൾ എനിക്ക് അവന് സത്യത്തിൽ ഇഷ്ടമില്ല സിസ്റ്റർ, പക്ഷെ ഞാൻ പെട്ടുപോയതാണ്. കഴിഞ്ഞ ദിവസം വന്ന കുട്ടി 7 കൊല്ലം ഞങ്ങൾ പ്രണയിച്ചതാണ്, പക്ഷെ സത്യത്തിൽ എൻ്റെ ഉള്ളിൽ അവനെ എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ അത് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്യും. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇഷ്ടമില്ലാണ്ട് നീ ഇതിനെ പോലെ ആരംഭത്തിൽ എനിക്ക് അറിയില്ല. ഞാൻ കുഞ്ഞായിരുന്നു, ഞാൻ +1 പഠിക്കുമ്പോഴായിരുന്നു പ്രണയം. ഇപ്പം ഞാൻ MSc കഴിഞ്ഞു. അവൻ 10ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ. അവൻ വെൽഡറാണ്. അപ്പോൾ ഇപ്പം എന്താണ് വേണ്ടാന്ന് തോന്നാൻ കാരണം അവൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. അവൻ എന്നോട് പറയും ആ ഡ്രസ്സ് ഇടരുത്, ഈ ഡ്രസ്സ് ഇടരുത്, ആ ഷോൾ ഇടരുത്. ഇപ്പോഴേ ഇവൻ ഇങ്ങനെ ഇപ്പോൾ കല്യാണം ഞാൻ എന്തായിരിക്കും ഞാൻ അടിമത്തം. അപ്പോൾ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു. വേണ്ട. അപ്പം ഇനിയിപ്പോൾ നീ പറഞ്ഞെന്ന് പറയാണ്ട് എങ്ങനെ പറയും? ചില കാര്യങ്ങളിൽ നമുക്ക് അവർക്ക് ഉപദ്രവം വരുത്താണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇത് ഇൻ്റെ ലോങ് റൺ. നീ കല്യാണം കഴിയുന്ന 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്കല്ല. അപ്പം നിന്റെ ഉള്ളിൽ ഇത് വെച്ചിട്ട് നീ കല്യാണം കഴിയാൻ യെസ് പറഞ്ഞാൽ ആ പയ്യനെ, നല്ലൊരു പയ്യൻ, കുടിക്കില്ല വലിക്കില്ല ഒന്നുമില്ല, അവൻ പഠിച്ചിട്ടില്ല മാത്രം, പഠിപ്പും പാപ്പാസില്ലാന്നുള്ളൂ. അപ്പം അതുകൊണ്ട് അവനെ നീ പറ്റിക്കുകയാണെങ്കിൽ വലിയ പറ്റിക്കില്ലല്ലേ. 8 കൊല്ലം കൂടെ കൊണ്ടു നടന്നിട്ട് നീ ഇനി അവനെ കിട്ടില്ല എന്നുള്ള അവന് വിഷമമല്ലേ. അപ്പം നീ അത് പറയണം, നീ അത് അക്സെപ്റ്റ് ചെയ്യണം എന്ന് അവളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നമുക്ക് ടൈം എടുക്കും. അപ്പോൾ അവളോട് കാര്യം നോക്കിയാൽ എന്തെങ്കിലും ഭാരം ഉണ്ടാക്കിയാൽ ഭാരം ഉണ്ടാവട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ അത് ഭാരമാവില്ലേ. കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊച്ചുകൂടിൻ്റെയായിട്ട് നീ ഓടി പോവാണെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ബോധ്യത്തിലേക്കാണ് ഇവിടെ. ഒരു തരത്തിലും ഒരാൾക്ക് കൂടുതൽ ഭാരം ഉണ്ടാക്കുന്ന അവസ്ഥയിലല്ല ആ മനസ്സിൽ. ഇതങ്ങനെ എന്നിട്ട് അവളെ കൊണ്ട് തുറന്ന് പറയിപ്പിച്ചപ്പോൾ എനിക്ക് ഇന്ന വിഷയമുണ്ട്, ഇവരിങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ടെൻഷൻ ഉണ്ടെന്ന് ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പെണ്ണിൻ്റെ മുഖത്തൊരു വെളിച്ചം. ഇതുവരെ ഇത് തുറന്ന് പറയാൻ പറ്റാത്തതിൻ്റെ വിഷമം. ഇതൊക്കെ ഭയങ്കര അവൾ പൊട്ടിക്കറിയണം, അതിനോട് സങ്കടമായി. അപ്പോൾ കരയില്ലേ കുഴപ്പമില്ല, ഞാൻ നിന്നെ കെട്ടിക്കോളാം. ഇവരുടെ കരച്ചിൽ കേട്ടിട്ട് നീ എന്ത് കെട്ടിക്കഴിഞ്ഞാൽ കാര്യം. 3 ദിവസം കൊണ്ട് ധ്യാനിക്ക് 2 ആൾ കൂടി പോയിട്ട് അവരോട് പറഞ്ഞിടാ, നീ ഇങ്ങനെ വലിയ ഇത് ചെയ്യാൻ പോയാൽ നിന്റെ പെണ്ണ് നിന്നെ വിട്ടു പോകും. അവർക്ക് അവളുടേതായ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഉണ്ട്. ഏത് ഡ്രസ്സ് ഇടണം, എങ്ങനെ നടക്കണം എന്നൊക്കെ അവൾക്ക് റൈറ്റില്ലേ. എന്ന് വെച്ചാൽ ഞാൻ കന്യാസ്ത്രീ, എനിക്ക് തോന്നുന്നത് മുടി പിടിച്ച് നടക്കുന്നതാണ് ഇഷ്ടം എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ പാടുണ്ട ഇല്ല. ഞാൻ 2 ആളും ഭാഗം നിൽക്കാൻ പാടില്ല. അവളുടെ ഇൻഡിവിജ്വൽ റൈറ്റിനെ കുറച്ചും കൂടി മോഡസ്റ്റി ആയിട്ട് ഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ബട്ട് അവരുടെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല അവരെ ഞാൻ നയിക്കേണ്ടത്.
സത്യവും നീതിയും എൻ്റെ സത്യവും നീതിയും അവരുടെ സത്യവും നീതിയും ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഒരു തരത്തിൽ നിന്നെ ബാധിക്കില്ല, നെഗറ്റീവായിട്ട് ബാധിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കാൻ കൗൺസിലറിന് പറ്റണം. ദെൻ ജസ്റ്റിസ്, സത്യത്തിലും നീതിയിലും നമ്മുടെ ക്ലയന്റിനോട് പെരുമാറാൻ നമുക്ക് പറ്റണം. അർഹതപ്പെട്ടത് അർഹതയുള്ളവർക്ക് കൊടുക്കുക. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയർ ആൻഡ് ഇംപാർഷ്യൽ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ കൈൻഡ്സ് ഇൻ ദ മോസ്റ്റ് കോമ്പറ്റന്റ് മാനർ ബൈ ദ കൗൺസിലർ. അതായത് എനിക്കിപ്പോൾ ചില ക്ലയന്റിനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സുന്ദരിയാണ്, എനിക്ക് അതിന് ചിരി നല്ലതാണ്. അപ്പോൾ അവരോട് നമുക്ക് ഭയങ്കര കാണാനൊരു വിലയില്ല, ഒരു കഴിവില്ല, ഭാവമാണെങ്കിൽ അതിന് നമ്മൾ പട്ടിയാക്കണം പറയുന്നതാണ്. നീ അങ്ങോട്ട് പോകണം, നീ ഇങ്ങോട്ട് പോകണം. വലിയൊരാള് റഫർ ചെയ്തിട്ടാണ് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓ ഓ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താലോ? ചിലർ നമ്മൾ തെറ്റിദ്ധരിക്കും. ചിലപ്പോൾ ഈ ബുക്ക് ചെയ്യാണ്ട് ഒരാൾ കൗൺസിലിംഗ് എല്ലാ സമയത്തുണ്ട്, പക്ഷെ ബുക്ക് ചെയ്യാണ്ട് ഒരാൾ നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്ന വരില്ല. അപ്പോൾ നമ്മൾ ഫ്രാങ്കായിട്ട് പറയണം, നീ ഇങ്ങനെ എല്ലാ ദിവസവും വന്നിട്ട് കാര്യമില്ല, നിന്നെ നമ്പർ ഉണ്ട്, ആ നമ്പറിൽ വിളിച്ച് ബുക്കിംഗ് എടുക്കാം, ആ സ്ലോട്ടിൽ നീ കയറുക. അപ്പോൾ നിന്നെ മാത്രമേ ഞങ്ങൾ കാണുള്ളൂ. നേരിട്ട് എന്നെ വിളിക്കണ്ട, ഓഫീസിൽ വിളിക്കുന്നത്. എന്നെ വിളിച്ച് ഞാൻ എത്ര ആളോട് പറയും, എവിടെ ഓർമ്മ വയ്ക്കും? നിങ്ങൾക്ക് മനസ്സിലായി? അപ്പോൾ ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ തുറന്ന് പറയണം. എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റണം എന്ന് വിചാരിച്ച് എൻ്റെ ഒരു ബോസിൻ്റെ ഒരാളെ കൗൺസിലിംഗ് കിട്ടും. ചിലപ്പോൾ എനിക്ക് ആ നേരത്തെ വേറൊരാളെ അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്, എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാളാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഈ ക്ലയൻറ്റിനോട് മോളെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് അയാളെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്, അത് എൻ്റെ ഒരു ആവശ്യമാണ്. ചിലപ്പോൾ എൻ്റെ ആവശ്യത്തിന് വന്നതായിരിക്കും, എൻ്റെ ഒരു ഗസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ അത് നമ്മൾ തുറന്നു പറയാനുള്ള ബാധ്യത നമുക്കുണ്ട്. വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന അർത്ഥം. അപ്പോൾ ഒരു ജസ്റ്റിസ്, ഒരു നീതിബോധം നമുക്ക് കൗൺസിലറിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിനടുത്തത് സെൽഫ് റെസ്പെക്ട്. The counselor must foster self-respect by imbibing sufficient and significant knowledge about the profession and also by caring for self. നമുക്ക് നമ്മോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് വേണം, മറ്റുള്ളവരോട് നമുക്ക് റെസ്പെക്ട് വേണം. ഒരാളെ എന്നെ മോശമായിട്ട് കാണുമ്പോഴേക്കും ഞാൻ മോശമാണെന്ന് ചിത്രീകരിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ചിലപ്പോൾ അതിൻ്റെ അസിസ്റ്റൻ്റ് എടുത്ത് വിട്ടൊരു ഗുണമുണ്ടായില്ല, ആയിക്കോട്ടെ, അയാൾക്ക് ഗുണമുണ്ടായില്ല, താങ്ക് ഗോഡ്. അതെന്നെ ചിലപ്പോൾ വലിയ തിന്മയിൽ നിന്ന് രക്ഷിച്ചതായിരിക്കും എന്ന് വിചാരിക്കണം. പക്ഷെ നമുക്ക് നമ്മോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് ആണ്. ഒരു പ്രാവശ്യം തൊട്ടെന്ന് വെച്ചിട്ട് എല്ലാ പ്രാവശ്യം നോക്കണമെന്നുണ്ടാവും. പിന്നെ നമ്മൾ എഴുതും, പിന്നെ നമ്മൾ ചെയ്യും. എല്ലാ പ്രാവശ്യവും ഒരുപോലെ ആവണമെന്നൊന്നുമില്ല. ദിസ് ഇസ് കോമൺ ആയിട്ടുള്ളൊരു തത്വമാണ്. അപ്പോൾ ആ സെൽഫ് റെസ്പെക്ട് നമ്മൾ കീപ്പ് ചെയ്യാം. ദെൻ സ്കോപ്പ് ഓഫ് കൗൺസിലിംഗ്. വാട്ട് ആർ ദ സ്കോപ്പ്? ഒരു കുഞ്ഞ് എക്സസൈസ് വല്ലതും കാണിക്കണം. ബോറടിച്ചോ? ഇല്ല. ആ സ്കോപ്പ് ഓഫ് കൗൺസിലിംഗ് എന്താണ്? സ്കോപ്പ് കൗൺസിലിംഗ് നല്ല സ്കോപ്പ് ഉണ്ടോ? പോസിബിലിറ്റീസ്. കൗൺസിലിംഗിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്? എവിടെ കൗൺസിലിംഗിനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇന്ന് നിറച്ച് പോസിബിലിറ്റി. നല്ല അടിപൊളി കൗൺസിലർ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ കേസുകളാണ്. ഒരു സെക്കൻഡ് നമുക്ക് ശ്വാസം വിടാൻ നേരം കിട്ടില്ല. പക്ഷെ ഞങ്ങളെ പോലെ ഹതഭാഗ്യമായിട്ടുള്ള ആൾക്കാർ, ഞങ്ങളിങ്ങനെ എൻ്റെ കൂട്ടുകാരൊക്കെ മണിക്കൂറിന് 3/4 മണിക്കൂറിന് 2000 രൂപ മേടിക്കുമ്പോൾ ഞങ്ങൾ ഇഷ്ടമുള്ളതെന്ന് അവർ പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ തല വരും, ഈ സിസ്റ്റർ കാരണം ഞങ്ങളുടെ വാലിഡിറ്റി കുറയാണെന്നൊക്കെ പറയും. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല ആളുകളെ നമ്മൾ പ്രിഫർ ചെയ്യുമ്പോൾ അന്വേഷിച്ച് വരുന്നത് ഇന്നത്തെ ഏറ്റവും നീഡുള്ള ഒരു ഏരിയയാണ് കൗൺസിലിംഗ്. എല്ലാ ഫീൽഡിലും ആവശ്യമാണ്. അപ്പോൾ വെരി വാസ്റ്റ് സ്കോപ്പാണ് നമുക്കുള്ളത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് വേരിയസ് പ്രോബ്ലം ആൻഡ് പ്രോഗ്രസ് ഇൻ ഇൻഡിവിജ്വൽ. ഫോർ എക്സാമ്പിൾ പ്ലാനിംഗ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ, health problems related to family, society and emotional adjustment. ഏതൊക്കെ ഫീൽഡിലുണ്ടോ എല്ലാ ഫീൽഡിലും ആവശ്യമാണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയിലാവട്ടെ, സ്പേസിലാവട്ടെ. സ്പേസിൽ പോകണം, ബഹിരാകാശ യാത്രയ്ക്ക് പോകുന്ന ആളുകൾക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ടോ? ഇനി വലിയ പോലീസ് ഇൻസ്പെക്ടേഴ്സിന് കൗൺസിലിംഗിന് ആവശ്യമുണ്ടോ? താമസാറ് അല്ലേ? ആർക്കാ ഇല്ലാതെ? കല്യാണം കഴിക്കുന്നവർക്ക് എന്താ? കുട്ടികൾക്കോ, കുഞ്ഞു വാങ്ങുകൾക്കോ. എന്നോട് ഓർക്കണ്ട, 2ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു മോൻ അപ്പടി ടെൻഷനാ. ടെൻഷൻ എന്ന് പറയാനും കൂടി കിട്ടുന്നില്ല, 1 2 ആണ്. എനിക്ക് മോൻ അപ്പടി ടെൻഷനാ. ഞാൻ മോൻ അപ്പടി ടെൻഷനാണെന്ന് എന്നിട്ട് പറഞ്ഞത് എനിക്ക് തിരിച്ചില്ല. നമ്മൾ എന്നിട്ട് മോൻ എനിക്ക് മനസ്സിലാവുന്നില്ല, ടെൻഷനാണ്. അപ്പോൾ അമ്മ പറഞ്ഞു അവൾക്ക് ടെൻഷനാണെന്ന് അവൾ പറയണേ. ഞാൻ ചോദിച്ചു എന്താണ് മോനെ നിന്റെ ടെൻഷൻ? ഈ പപ്പക്കുട്ടനെ വിളിക്കുന്നത്, അവരുടെ ഡാഡിനെ പപ്പക്കുട്ടൻ, അമ്മാമ കുട്ടനെ വിളിക്കുന്നത്. അപ്പോൾ ഇവള് പപ്പാന്ന് പറയുമ്പോൾ പപ്പക്കുട്ടനാക്കി അവള്. ഈ പപ്പക്കുട്ടൻ വീട്ടിൽ വന്ന ഭയങ്കര ടെൻഷനാണ്. പപ്പക്കുട്ടൻ വീട്ടിൽ വന്ന അമ്മയും അപ്പനും തമ്മിൽ ഭയങ്കര അങ്കാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ? അമ്മയുടെ കൂടെ കിടക്കാൻ പറ്റില്ല പപ്പക്കുട്ടൻ വന്നു കഴിഞ്ഞാൽ. അതാണ് അവളുടെ ഏറ്റവും വലിയ ടെൻഷൻ. എൻ്റെ അപ്പ അമ്മേനെ അടിക്കാവും, അതാണ് അടുത്ത ടെൻഷൻ. ദേഷ്യം വന്നാൽ 2 ആളും കൂടി തല്ലുകൂടും. അമ്മേനെ കൊണ്ടുപോകുന്നുണ്ട് മുറിയിലേക്ക്, മോക്ക് കിടക്കണ്ടേ.
അപ്പൊ കൊച്ചിന്റെ ടെൻഷൻ വലിയ ടെൻഷനല്ലേ? രാജ്യം നഷ്ടപ്പെട്ട രാജാവിന്റെയും കളിപ്പാവ നഷ്ടപ്പെട്ട കുഞ്ഞിന്റെയും ടെൻഷൻ ഒരുപോലെയാണ് അല്ലേ? മറ്റൊന്നിത്തിരി കൂടുതൽ ഇത്തിരി ചെറുതുണ്ടാ? ഇല്ല, എല്ലാവരുടെ ടെൻഷനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ കാണണം. ദെൻ ബ്രാൻഡൻ എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് ഐഡന്റിഫൈഡ് സർട്ടൻ സിറ്റുവേഷൻസ് വെയർ കൗൺസിലിംഗ് ഈസ് റിക്വയർഡ്. ഇത് ഞാൻ പറയാനായിട്ട് നിങ്ങൾക്ക് ഊഹിക്കാം ആർക്കൊക്കെ കൗൺസിലിംഗ് വേണമെന്ന്. ആർക്കൊക്കെ വേണം? ആർക്കൊക്കെ വേണം കൗൺസിലിംഗ്? ആർക്കൊക്കെ വേണം? എല്ലാ ഫീൽഡിലുള്ളവർക്കും വേണം. റിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണം, അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് തിരിച്ചറിയാൻ വേണം അല്ലേ? ഇന്റലിജന്റ് ലിസണറെ വേണം. ചില ആളുകൾക്ക് ഒരു ബുദ്ധിയുള്ള ഒരാളെ ലിസൺ ചെയ്യാൻ പറ്റണം. വെറുതെ ഇങ്ങനെ കേട്ടിട്ട് കാര്യമില്ല. ഇച്ചിരി യുക്തിസഹമായിട്ട് ചിന്തിക്കുന്ന ഒരാളെയാണ് നമുക്ക് ലിസൺ ചെയ്യാൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമുണ്ട്. വേറെ 2 മണിക്കൂർ വർത്താനം പറയുന്നത് ഇന്റലിജന്റ് ലിസണർ ആണെങ്കിൽ ചിലപ്പോൾ 10 മിനിറ്റ് പറഞ്ഞാൽ മതിയാവും. വീട്ടിയാണെന്നില്ല, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി when the people has some problem but he is unaware of that problem. ചിലർക്ക് പ്രോബ്ലം എന്താണെന്ന് അറിയില്ല. ഇപ്പം ഈ കപ്പിളിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അയാൾ പറയുന്ന ഭാര്യയുടെ കൂടെ കിടക്കാൻ പറ്റില്ല, അതാണ് അയാളുടെ പ്രശ്നം. പക്ഷെ സംസാരിച്ച് വന്നപ്പോൾ എന്തായി? മുസ്ലിം കഴിഞ്ഞപ്പോൾ എന്തായി? പ്രോബ്ലം ആരുടെ ഇല്ല, രണ്ടുപേരുടെ ഇല്ലല്ലോ. മറ്റേ പെണ്ണിന് പറ്റാനില്ലല്ലേ, സമയം കിട്ടുന്നില്ലല്ലോ. ഈ നേരം എടുക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പാത്രം കൊണ്ട് വന്നിരിക്കില്ലേ ഭർത്താവ്, ഇട്ടുപിടിയാവുമ്പോഴേക്കും. മനസ്സിലായില്ലേ? ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഭർത്താവിന് മനസ്സിലാവുന്ന പ്രോബ്ലം കൂടുതലും എൻ്റെ ഭാഗത്താണ്. അതൊരു അവയർനെസ് ആണ്. അപ്പൊ റിയൽ ആയിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാം. അൺഅവെയർ ഓഫ് ദാറ്റ് പ്രോബ്ലം ഈസ് ടു ബി മെയ്ഡ് അവെയർ ഓഫ് ദാറ്റ് പ്രോബ്ലം. അതുകൊണ്ട് അവന് മനസ്സിലായി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ പെണ്ണിന് എത്ര സുഖമായിട്ട് വീട് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് വലിയൊരു അവയർനെസ് ആണ്. When the people suffers the maladjustment problem or some handicap which is temporary, which need careful and diagnosed by an expert. അപ്പോൾ ചില കാര്യങ്ങളിൽ ചില മാലഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും അത് കൃത്യമായിട്ട് ഒരു എക്സ്പെർട്ട് ഡയഗ്നോസ് ചെയ്താലാണ് ആ ഇഷ്യൂയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ കുറെ വർത്താനം പറഞ്ഞ് ഫുൾ സ്റ്റോപ്പിലായിട്ട് വർത്താനം പറഞ്ഞിരുന്നിട്ട് കാര്യം. ഡയഗ്നോസിസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഇനി ഗോൾസ് ഓഫ് ദ കൗൺസിലിംഗ്. വാട്ട് ആർ ദ ഗോൾസ്? ഒരു കൗൺസിലിംഗ് സെഷനിൽ 3 തരം ഗോൾസ് നമുക്ക് കാണാം. ഒന്ന് ഇമ്മീഡിയറ്റ് ഗോൾ, ലോങ് റേഞ്ച് ഗോൾ, പ്രോസസ് ഗോൾ. എന്താണ് ഇമ്മീഡിയറ്റ് ഗോൾ? ഒബ്റ്റെയിൻ റിലീഫ് ഫോർ ദ ക്ലയന്റ്. പെട്ടെന്ന് ഒരു റിലീഫ് കിട്ടുക. അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ടേം ഉണ്ട്. എന്താണ് ടേം? കപിലെ ഓർമ്മയുണ്ടോ? പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീഫ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം എന്താണ്? വെന്റിലേഷൻ. വെന്റിലേഷൻ or catharsis. സൈക്കോളജിയിൽ വേറൊരു ടേമാണ് കഥാർസിസ്. കഥാർസിസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇമോഷണൽ ടെൻഷൻ മുഴുവനും ആ സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ നമ്മൾ വെറുതെ ചോദിക്കാം, how do you feel now? ഓ സിസ്റ്റർ, മനസ്സിൽ എന്തൊരു ഭാരം ഇറങ്ങിയ പോലെ എന്നാണ് ഈ മനുഷ്യൻ പറയാറ്. കൗൺസിലിംഗ് കഴിഞ്ഞ് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, വെറുതെ കേട്ടിട്ടുണ്ടാവുള്ളൂ. അവൾ കുറേ കടന്നിട്ടുണ്ടാവും, ചിലപ്പോൾ കുറേ സംസാരിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ ചോദിക്കാണ്, നമ്മളോട് ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലേ, എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണേ, ഒരുപാട് അസ്വസ്ഥപ്പെടുന്നുണ്ടല്ലേ. ഒറ്റ അണ്ടർസ്റ്റാൻഡിങ് വേർഡാണ് അവർക്ക് ആ കംഫർട്ട് കൊടുത്തത്. വലിയ വലിയ തിയറിയൊന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും ചെറിയ ചെറിയ ടിപ്സ് നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ നമ്മൾ കൊടുത്താൽ അത് വലിയൊരു വെന്റിലേഷനാണ്. വലിയ സഹായമൊന്നും കൊടുക്കണ്ട. നമ്മൾ സഹായം കൊടുത്താൽ നമ്മൾ ഈ ലോകത്ത് തീരില്ല. കാശ് കൊണ്ട് നമുക്ക് സഹായിക്കാൻ പോയി ഒരിക്കലും പ്രശ്നങ്ങൾ തീരില്ല. അത് വെറുതെ വിട്ടിട്ടാണ്. പക്ഷെ അവരെ മനസ്സിലാക്കി ഒന്ന് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സഹായം. അപ്പോൾ എന്താണ് ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറയുന്നത് കഥാർസിസ് ആണ്. അപ്പോൾ ഇറ്റ്സ് ഒബ്റ്റെയിൻ റിലീഫ് ഫോർ ദ ക്ലയന്റ്. നമ്മുടെ അടുത്ത് വന്ന വ്യക്തിക്ക് ഒരു റിലീഫ് കിട്ടുക. അതിനെ പറയുന്ന പേരാണ് വെന്റിലേഷൻ ഓർ കഥാർസിസ്. ഓക്കെ. ഇനി അടുത്തതോ ലോങ്. ഇന്നലെ ഒരു കുട്ടി വന്നി കൗൺസിലിംഗിന് വന്നത് ഇങ്ങനെയാണ്. ഈ കുട്ടി സ്കൂളിൽ പോയി CA +2 കഴിഞ്ഞപ്പോൾ CA പഠിക്കണമെന്ന് പറഞ്ഞ് പോയി. CA പഠിക്കാനായിട്ട് സ്കൂളിൽ പോയിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നും പഠിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് അവിടെ ഓടിപ്പോയി. അത് കഴിഞ്ഞ് ഈ കുട്ടീനെ കഴിഞ്ഞാൽ ഇക്കൊല്ലം കോളേജ് ചേർത്ത്, ഡിഗ്രിക്ക് പഠിക്കാനായിട്ട് ചേർത്ത്. അവിടെ ചെന്നപ്പോൾ 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇനിയിപ്പോൾ അവിടെയും പോകുന്നു. സംഗതി പറഞ്ഞത് ഇവിടെ മനസ്സിലിരുന്ന വർത്താനം പറഞ്ഞത് നിഴല് കാണുന്നു, ഇവിടെ പിന്നാലെ ആരോ കൂടണോ വരുന്നു പോകണമെന്നൊക്കെ. ഇതൊരു മാനസിക രോഗമെന്ന് പോലും ഈ അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല.
പഠിപ്പിക്കില്ല, ഡെലൂഷൻ ഹാലൂസിനേഷൻ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നേ? 10ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങി ഇവിടെ ഇങ്ങനെ നൈഡ് കാണുമെന്ന് പറഞ്ഞ് ഓടി വന്നത് ഓർക്കുന്നുണ്ട് സിസ്റ്റർ അമ്മ പറയാം. അപ്പോൾ അതായത് ഡെലൂഷൻ ഹാലൂസിനേഷൻ ഉണ്ട് ഈ കുട്ടിക്ക്. ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മതിഭ്രമങ്ങൾ. ഡെലൂഷൻ തെറ്റായ വിശ്വാസങ്ങൾ. ഇത് സൈക്കോട്ടിക് മനോരോഗത്തിൻ്റെ ലക്ഷണമല്ല. റേഡിയോ ആരെങ്കിലും എന്നെ കുറിച്ച് പറയണം, രണ്ടാളോ നടന്നത് എന്നെ കുറിച്ചാണ് തോന്നുക, എന്തെങ്കിലും രണ്ടാളോ പിന്നാലെ വരട്ട് തോന്നുക, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഹാലൂസിനേഷൻസ്. അപ്പോൾ 10ാം ക്ലാസ് തുടങ്ങിയത് എന്താണ് 10ാം ക്ലാസ് വെച്ച് പ്രത്യേകത ഉണ്ടായതെന്ന് ചോദിച്ചപ്പോൾ ഡാഡി മരിച്ചു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പെട്ടെന്ന്. ഡാഡിയുടെ പൊന്നുമോളായിരുന്നു. ഡാഡിയുടെ നെഞ്ചത്ത് കിടന്നേ ഇവിടെ ഉറങ്ങാറുള്ളൂ. കൊച്ചു കുട്ടിക്കാലം ഒരു 7ാം ക്ലാസ് 7ാം ക്ലാസ് വരെ അപ്പൻ്റെ കൂടെ കിടന്നു തുടങ്ങി. പെണ്ണറിയിച്ചതിന് ശേഷമാണ് ഒന്ന് മാറിക്കിടന്നു. മാറിക്കിടക്കല്ല, നെഞ്ചത്തുനിന്ന് മാറിയിട്ടുള്ളൂ. അത്ര അറ്റാച്ച്ഡ്. ഈ പപ്പ ഒരു സുപ്രഭാതത്തിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചിന് താങ്ങാൻ പറ്റുന്നില്ല. ഇതാരും മനസ്സിലാക്കിയിട്ടില്ല. ഈ സങ്കടം മനസ്സിൽ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ട് കുട്ടി പോയി മനോരോഗി. അപ്പോൾ ആ സങ്കടം അന്നേ കഥാർസിസ് ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്മീഡിയറ്റ് റിലീഫ് ഈ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ കുട്ടി കമോൺ ഒരു മനോരോഗി ആവില്ലായിരുന്നു. അതൊരു ബോർഡർ ലൈനിൽ നിൽക്കുമായിരുന്നു. ആ ബോർഡർ ലൈനിൻ്റെ ടൈമിൽ തന്നെ ആ ഹെൽപ്പ് നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ ആ സഹായം വലിയൊരു കാര്യത്തിലേക്ക് വന്നത്. ഇപ്പോൾ അവൾ ഭയങ്കര ദേഷ്യക്കാരിയാണ്, അമ്മേനെ അടിക്കും, ഉപദ്രവിക്കും, ഭയങ്കര ഡിപ്രഷനാണ്, ഒരു കാര്യം വീട്ടിൽ ചെയ്യില്ല, അനുസരിക്കില്ല, ഒന്നുമില്ല. അപ്പം നമ്മുടെ അടുത്ത് വരുമ്പോൾ അപ്പം മരിച്ച കാര്യം സംഗതിയില്ല. ഈ സംഭവമാണ് പറയുന്നത്. കോളേജിൽ പോകണില്ല, പഠിക്കണില്ല, ചോദിച്ചു വന്നപ്പോഴാണ് ഈ സംഗതി അണ്ടർലൈൻ കോഴ്സ് നമ്മൾ എടുത്തത്. അപ്പം ഞാൻ ചോദിച്ചു പപ്പ എങ്ങനെ മരിച്ചേ? അപ്പോൾ അങ്ങ് പൊട്ടിക്കരയുന്നു. കരഞ്ഞ് കണ്ണീന്ന് കുട്ടുകുട്ടൂന്ന്, അമ്മയുടെയും മോളുടെയും കണ്ണീന്ന് കുട്ടുകുട്ടൂന്ന് കൊടുത്താണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, കൊച്ചിൻ്റെ മനസ്സിൽ അപ്പൻ്റെ മരണം വല്ലാത്തൊരു ആഘാതമാണ്. ആ സ്ട്രെസ് ഇരിക്കുന്നത് കൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത്രയും പ്രശ്നം. അപ്പോൾ ഇവർ വിചാരിച്ചാൽ എന്താ, ചിലരെങ്കിലും ഇതിനെ മരിച്ച അപ്പൻ കൂടെ കൂടിയിരുന്നതാണ്, അപ്പന് വിട്ടു പോകാൻ പറ്റാണ്ട് ആത്മാവ് കൂടെ കൂടി. നിങ്ങളൊന്ന് ആലോചിക്ക്, സൈക്കോളജിയെ കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആളുകൾ അങ്ങനെയാണ് വെച്ചിട്ട് അർത്ഥം ആ കുട്ടിയുടെ കൂടെ കൂടിയേക്കണം. അപ്പോൾ എന്തെല്ലാം ബിലീഫ് സിസ്റ്റമാണ്. അപ്പോൾ അതാണ് ലോങ് റേഞ്ച് ഗോൾ എന്ന് പറയുമ്പോൾ ഈസ് മേക്ക് ടു ഹിം എ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ. ആ വ്യക്തിയെ ഇനി ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഡേ ടു ഡേ ലൈഫ് ഭംഗിയായിട്ട് ലീഡ് ക്രമീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അവളെ മാറ്റണം. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, നേരെ നേരത്തെ ഭക്ഷണം കഴിക്കുക, കുടിക്കില്ല, നേരെ നേരത്തെ കുളിക്കുക, കോളേജിൽ പോവുക, ആളുകളോട് മിങ്കിൾ ചെയ്യുക, ഇങ്ങനെ എല്ലാ ലെവലിലും ഒരു ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആക്കലാണ് കൗൺസിലറിന്റെ ലോങ് റേഞ്ച് ഗോൾ. ഇമ്മീഡിയറ്റ് ഗോൾ എന്താണ്? വെന്റിലേഷൻ. അപ്പൊ കുട്ടി കരഞ്ഞു, അപ്പൻ മരിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞു, ദാറ്റ്സ് ഇനഫ് ആൻഡ് മോർ ഫസ്റ്റ് സെഷൻ. പിന്നെ അത് 2, 3, 4, 5, 6 സെഷനിലാണ് ഈ ലോങ് റേഞ്ചിൽ ഗോൾ ക്ലീൻ ആയിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ചിലര് ഇമ്മീഡിയറ്റ് ആയിട്ട് ഗോൾ കഴിയുമ്പോൾ പിന്നെ അവർ വരികയില്ല, അവരുടെ പ്രശ്നം തീരുവോ? അപ്പൊ കൗൺസിലിംഗ് എപ്പോഴും കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. അത് ശരിക്കും പറഞ്ഞാൽ സുന്ദരമായിട്ട് ആ കൗൺസിലിംഗ് സെഷൻസ് കംപ്ലീറ്റ് ചെയ്താലാണ് അവർക്ക് ആ ഹീലിംഗ് കിട്ടുള്ളൂ. Then process goal comprise facilitating procedures for enhancing the effectiveness of counseling. കൗൺസിലിംഗിന്റെ ഇഫക്റ്റീവ്നെസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ പ്ലാൻ ഫെസിലിറ്റേറ്റ്. അപ്പോൾ ചിലപ്പോൾ ഒരു നല്ല ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കില്ല, അവളെ കൊണ്ട് തന്നെ അവളും കൗൺസിലറും ക്ലയൻറ്റും കൂടിയിരുന്ന കമോൺ നല്ലൊരു ടൈം ടേബിൾ ചെയ്യേണ്ടവരും, ചിലപ്പോൾ വീട്ടിലെ ചില സിറ്റുവേഷൻസ് ഒക്കെ മാറ്റേണ്ടവരും. ഇപ്പോഴും ഈ കുട്ടി ഞാൻ സംസാരിച്ചിട്ട് ഈ അപ്പൻ മരിച്ചു, ഈ അപ്പൻ്റെ ടീഷർട്ട് ഇട്ടിട്ട് നടക്കണോ, പുറത്ത് പുതച്ചുകൊണ്ടിരിക്കുന്നു, അപ്പൻ്റെ പാൻസ് ഉപയോഗിക്കുന്നു വീട്ടിൽ, അപ്പൻ്റെ എല്ലാ സാധനങ്ങളെയും കൊച്ച് കയ്യിൽ നിന്ന് വിടില്ല. 3 കൊല്ലമായി കൗൺസിലിംഗ് എൻ്റെ അടുത്ത് വരുമ്പോൾ. അപ്പോൾ ആലോചിക്കും. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു, എന്താ അക്രമം നിങ്ങൾ ചെയ്യുന്നത്? ഇതൊക്കെ ഇന്ന് തന്നെ ചെന്നിട്ട് അപ്പൻ്റെ സകല സാധനങ്ങളും ആ വീട്ടിൽ നിന്ന് അത് തന്നെ വലിയ. ഞാൻ ഇവിടെ പറവൂരൊരു കുട്ടി വെള്ളത്തിൽ പോയി മരിച്ചു, 18 വയസ്സായ പയ്യൻ വെള്ളത്തിൽ പോയി മരിച്ചു. ഒരു 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് ചെല്ലുന്നത്. മരിച്ചിട്ട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞിട്ട് അവൻ ഉപയോഗിച്ചിരുന്ന മുറി അങ്ങനെ തന്നെ അവിടെ കീപ്പ് ചെയ്യും. അവൻ്റെ ഗിറ്റാർ, അവൻ്റെ ബെൽറ്റ്, അവൻ്റെ ഷർട്ട്, അവൻ്റെ അണ്ടർവെയർസ് അടക്കം ഇങ്ങനെ ആ മുറിയിൽ വെച്ചിട്ട് ആ മുറി എല്ലാ ദിവസവും അടിച്ച് തുടച്ച് ക്ലീനാക്കി അമ്മയുടെ എൻ്റെ അവിടെ 1 മണിക്കൂർ അമ്മ ആ മുറിയിൽ പോയിരിക്കും. ഒരാളുടെ മൂത്തി തള്ള നോക്കൂല. നിങ്ങളാലോചിച്ച് മാത്രം ബന്ധനത്തിലാണ് സ്ത്രീ കഴിയുന്നത്. ഇത് ഭർത്താവ് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ഇങ്ങലോകത്തൊന്നല്ല, അവൾ പരലോകത്തും ജീവിക്കുന്നത് എന്താണ് ഭർത്താവ് പറയുന്നത്. അതിൽ നിന്നൊന്നും വിടുതൽ കിട്ടാനായിട്ട് എന്തുമാത്രം ടൈം എടുത്തുകൊണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഈ പ്രോസസ് ഗോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെ ഇതിൽ നിന്ന് റിലീവ് ആക്കണം? ആദ്യം ആ പെണ്ണിനെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളെ എൻഗേജ് ചെയ്യാൻ, വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുമോ, ആ പ്രോബ്ലംസ് ഒക്കെ മാറ്റാൻ, അവിടുത്തെ മുറികൾ ക്ലീൻ ചെയ്യാൻ നമുക്കൊരു വില്ലിങ്നെസ് വേണമല്ലോ. ഭർത്താവ് നിർബന്ധപൂർവ്വം ചെയ്ത് അവൾക്ക് സങ്കടം, അവൾ തന്നെ മനോരോഗിയായിട്ട് മാറും. അവൾ തന്നെ ഇത് എടുത്തു കളയാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് അവളെ
നമ്മൾ കൊണ്ടുവരണം. അപ്പം അതൊരു പ്രോസസ്. ദെൻ ദ ലോങ് റേഞ്ച് ഗോൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെടും? ഒന്ന് വായിച്ചേ. ടു ഹെൽപ്പ് ദ കൗൺസിലിംഗ് ബിക്കം എ സെൽഫ് ആക്ച്വലൈസിംഗ്. ഇവിടെ സെൽഫ് റിയലൈസേഷൻ ആണോ? നിങ്ങളുടെ പുസ്തകത്തിൽ അത് നോക്കാം. ഞാൻ കറക്റ്റ് ചെയ്തതാണ്, പക്ഷെ അത് കറക്റ്റ് ചെയ്യണമെന്ന് ഇതിൽ വന്നില്ല. ഞാൻ ഇന്നലെ അതൊക്കെ കറക്റ്റ് ചെയ്തതാണ്. റിയലൈസേഷൻ അല്ലേ? അപ്പോൾ കൗൺസിലിംഗ് അറ്റൈൻ സെൽഫ് റിയലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാത്തീകരണം. എന്താണ്? ഹെൽപ്പ് ദ കൗൺസിലിംഗ് ബിക്കം എ ഉദാത്തീകരണം എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് അത് പൂർത്തീകരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഞാൻ എത്തണം. മനസ്സിലായി? റിയലൈസേഷൻ എന്ന് വെച്ചാൽ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ പറ്റും. ദെൻ അടുത്തതോ ടു ഹെൽപ്പ് ദ കൗൺസിലിംഗ് ബിക്കം എ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ. ഇത് രണ്ടും ശരിയായാലാണ് ഈ ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആവാൻ പറ്റും. അല്ലെങ്കിൽ അത് നടക്കില്ല. നമ്മൾ എത്രയൊക്കെ കഥ പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, റെഫർ ടു ദ പ്രോബ്ലം ഫോർ വിച്ച് ദ ക്ലയന്റ് ഈസ് സീക്കിംഗ് സൊല്യൂഷൻ ഹിയർ ആൻഡ് നൗ. അതായത് ഓരോ മൊമെന്റിലും ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഇഷ്യൂസ്, അതാണ് ഈ ഇമ്മീഡിയറ്റ് ഗോൾ എന്ന് പറയുന്നത്. അതിന്റെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ഇനി അടുത്തത് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. ഗൈഡൻസ് എന്താണ് എന്ന് പറഞ്ഞു? ഗൈഡൻസ് വഴികാട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ വലിയ കൗൺസിലിംഗ് സ്കിൽസ് ഒക്കെ വേണം? ഒന്നും വേണ്ട. ഇത് ആർക്കൊക്കെ ചെയ്യാം? ആർക്കും ചെയ്യാം. എനിക്കിപ്പോൾ വയറുവേദനയുണ്ട് എന്ന് പറയാണ്. കൂട്ടുകാരോട് പറഞ്ഞെങ്കിൽ വയറുണ്ട്, ഏത് ഡോക്ടർക്ക് നല്ലത്? ആരെ ഇപ്പം ഞാൻ കണ്ടേ. അപ്പോൾ അയാൾ പറഞ്ഞു വയറുവേദന ഒരു ഗ്യാസ്ട്രോനെ കാണാൻ നല്ലത്. അപ്പോൾ എനിക്ക് ഗ്യാസ്ട്രോ എന്ന് പറഞ്ഞാൽ വയറുണ്ട് ഡോക്ടർ. അത് എവിടെ ഉണ്ടാവുക? നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാവുന്നേ. ഇതൊന്നും കണ്ടത്. ഇപ്പോൾ ഒരു ജനറൽ ഫിസിഷ്യൻ ഉണ്ടായാലും മതി, അയാൾ ഗൈഡ് ചെയ്യുന്ന നമ്മളെ എന്നൊരാൾ പറഞ്ഞു കൊടുത്തു. ഓൾസോ ഗൈഡൻസ്. അപ്പോൾ ഗൈഡൻസ് ആർക്കും പറ്റും. ടീച്ചേഴ്സിന് പറ്റും, പോലീസുകാർക്ക് പറ്റും. അല്ലേ? പോലീസുകാരോട് വിളിച്ചിട്ട് അങ്ങോട്ട് പോകണമെങ്കിൽ വഴിയാണ് സാറേ. ചിലർ പക്ഷെ ഞങ്ങളുടെ സംസാരം അങ്ങനെയല്ല. ആരെന്ത് ചോദിച്ചാലും ചിലപ്പോൾ ഒന്ന് റെസ്പെക്ട് ചെയ്തിട്ട് വിടുള്ളൂ, ഒന്ന് കുമ്പിട്ട് വണങ്ങിട്ടേക്ക് വിടുള്ളൂ. ഈ തിരക്കിൻ്റെ വേണ്ടി അതായത് ഒരു സെക്കൻഡ് പോലും ഒരു വണ്ടി പോലും അവിടെ ബ്ലോക്ക് ആവില്ല എന്നുള്ളതാണ്. ഓ സാറില്ലാത്ത ദിവസം ഞങ്ങൾ കഷ്ടപ്പെടുന്നു. കയ്യും കാലും കണ്ണും കാതും എല്ലാം അതിൻ്റെ ഇടയിൽ ഈ റെസ്പെക്ട് തരും. അത് വേറെ. അപ്പം ചിലപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കണമെങ്കിൽ വഴി ചോദിക്കണമെങ്കിൽ ലിറ്റിൽ എക്സ്ട്രാ നമ്മൾ ചോദിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തും തരാൻ മനസ്സുള്ള ചില മനുഷ്യരുണ്ട്. അപ്പം അങ്ങനെ നമ്മളെ സഹായിക്കും. അതാണ് ഗൈഡൻസ് എന്ന് പറഞ്ഞത്. അത് ആർക്കും പറ്റും. ഇനി കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ഈ ഗൈഡൻസിന് വ്യത്യാസമാണ്. ഇവിടെ നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നു, ഞങ്ങളൊരു ഹെൽപ്പ് നമ്മൾ ചെയ്തു കൊടുക്കണം. ഇപ്പം എനിക്കൊരു ജോലി വേണമെങ്കിൽ ജോലിയിൽ നമ്മളെ അവിടെ വീട്ടിൽ ഞങ്ങളുടെ സിസ്റ്റർ ഭവനം ഒക്കെ തന്നെ താമസിക്കുന്നത്. ഞാൻ കണ്ടുകൊടുക്കുന്നില്ല, വയസ്സായി. ഒരു ജോലിക്കാരുടെ അന്വേഷിച്ച് പോകാൻ പറയും. 2-3 ആളെയും കൊണ്ടുകൊടുക്കുന്ന പാവം ഒറ്റ അവിടെ നിൽക്കണില്ല. ഇപ്പോഴും എന്നോട് പറഞ്ഞു ഒന്നും അവിടെ പോയി പോയിട്ട് പറഞ്ഞ സിസ്റ്റർ വണ്ടി എടുക്കല ഓടലായി ഒരു പണിക്ക് കൊണ്ടായി പോണത് അവിടെ ചെന്നായി ആക്കി. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് വരും. 2 ദിവസം കഴിയുമ്പോൾ ഒരു സിസ്റ്റർ അത് പോയി അവന് വീണ്ടും ജോലിക്ക്. ഞങ്ങളിവിടെ കഷ്ടപ്പെടിച്ചിട്ടുള്ള ആൾക്കാരുടെ സ്വപ്നം തൊട്ട് സിസ്റ്റർ ഞാൻ 2 ജോലിക്ക് 2 പെണ്ണുങ്ങളോട് വന്നു. വടി മാറി പോയിച്ച് 2 ആൾ വന്നു. 2 ആൾ വന്ന പോലെ തന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് കുട്ടിയുടെ ഓപ്പറേഷൻ ആക്കുന്നുണ്ട്. അവരവരുടെ വഴി പോയി. പക്ഷെ കർത്താവ് നമ്മളെ കഴിവില്ല. അപ്പം പിറ്റേ ദിവസം വേറൊരാൾ വന്നു. ഒരു ദിവസം ഈ ഒരു പെണ്ണ് വന്നു. പിന്നെ അവൾ പറഞ്ഞു പോകുന്നുള്ളൂ. അത് കഴിഞ്ഞ പിറ്റേ ദിവസം വേറെ പെണ്ണ് വന്നു. ഒരിക്കൽ പോലും നിങ്ങളുടെ കർത്താവ് വിടുന്നില്ല. ദൈവത്തിൽ വേറൊരു കുട്ടി ഓഫീസിൽ വന്നു. 2 ആൾ, ഒരാൾ നാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഒരാൾ പുറത്തുനിന്ന് വന്നു. ഞാൻ പറഞ്ഞു വന്നത് ചിലപ്പോൾ നമ്മളിങ്ങനെ തേടിയ വള്ളി കാലിൽ ചുറ്റുന്നു പറഞ്ഞ പോലെയാണ്. ഇവിടെ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് വ്യത്യാസം? ഗൈഡൻസും കൗൺസിലിംഗ് തമ്മിലുള്ള വ്യത്യാസം ഹെൽപ്സ് ദം മേക്ക് ചേഞ്ചസ്. ഗൈഡൻസിലാണ് ചേഞ്ച് വരുന്നൊന്നുമില്ല. നമ്മൾ പറഞ്ഞു കൊടുത്തു, അയാൾ അതിൻ്റെ വഴിക്ക് വരും. ഇവിടെ നമ്മളുമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് റിലേഷൻ കീപ്പ് ചെയ്യുന്നു. അവിടെ ആ വ്യക്തിക്ക് ഒരു ചേഞ്ച് വരുന്നത്. The term counseling is defined as a therapy in which a person or client discuss freely about his or her problems. ഇവിടെ ആ പ്രോബ്ലം ഷെയർ ചെയ്യില്ല. അത് ആരാണ്, എവിടെയാണ്, എന്താണ് അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയണ്ട. ഗൈഡൻസിനൊന്നുമില്ല. ആ നേരത്തിന് സഹായം കിട്ടി, ഞങ്ങൾ രക്ഷപ്പെട്ടു പോയി. പിന്നെ എന്താണ് ഫർദർ നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. With the counselor who advises helps the client dealing with the problem of his personal strength. ആ വ്യക്തിയുടെ നന്മകൾ, ഗുണങ്ങൾ, കഴിവുകേടുകൾ ഇതെല്ലാം ഒക്കെ അതിൻ്റെ പുസ്തകത്തിലുണ്ട്. ഒന്നും എഴുതുന്നു. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാൻ. അപ്പോൾ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലവുമായിട്ട്, ഒരു പ്രശ്നവുമായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുത്താൻ, ഒരു മാറ്റത്തിന് വിധേയനാകാനും അവൻ്റെ പ്രോബ്ലത്തെ ഫേസ് ചെയ്യാനുള്ള കറേജ്, ധൈര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു കാര്യമാണ് എന്ത്
എല്ലാവർക്കും ഒന്ന് പരസ്പരം ഷെയ്ക്ക് കൊടുത്തേ. ഹലോ, ഹൗ ആർ യു? ആ ഒന്ന് ചിരിച്ചേ മാക്സിമം. ആ ബാക്കിലും എന്നിട്ടൊരു നല്ല കാര്യം പറഞ്ഞേ, ഒരു നല്ല ഗുണം പറഞ്ഞേ, അങ്ങോട്ടും ഒരു നല്ല കാര്യം പറഞ്ഞേ, ഒരു നല്ല തോട്ട് പറഞ്ഞേ. ആ ആളെ നോക്കിയിട്ട് ശാരീരികമായിട്ടൊരു നന്മ പറയും. പേര് വിളിച്ചിട്ട് കപിൽ ഇത് സുന്ദരനാണല്ലോ എന്ന് പറയാം. എന്തെങ്കിലും നല്ല ഗുണം എടുത്തിട്ട് ആ വ്യക്തിയോട് പറയും. പറഞ്ഞ എന്താ ഗുണം പറഞ്ഞേ? അങ്ങോട്ട് പറഞ്ഞ പറഞ്ഞ എന്താ പറഞ്ഞേ? ആളെന്താ നമ്മുടെ പറഞ്ഞേ? മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ഫ്രണ്ട്ലിയാണ്. വെരി ഗുഡ്. ഫ്രണ്ട്ലിയാണ് പറഞ്ഞു. കപില എന്ത് പറഞ്ഞു? എന്ത് പറഞ്ഞു? സ്മാർട്ട്, ബ്യൂട്ടിഫുൾ. ആ വെരി ഗുഡ്. എന്ത് പറഞ്ഞു? അവിടെ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല എപ്പോഴും നമുക്ക് പരസ്പരം സഹായിക്കണം. ഓക്കെ, അപ്പൊ കൗൺസിലിംഗ് എന്താന്ന് മനസ്സിലായില്ല? ഇങ്ങനെ ഈ ഒരു നന്മ പറഞ്ഞപ്പോഴേക്കും നമുക്ക് എന്തുണ്ടായി? ഒരു പോസിറ്റിവിറ്റി വന്നു അല്ലേ? സുന്ദരിയാണോ? തോന്നിയില്ലേ? 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 എന്നോട് ആരും പറഞ്ഞില്ല. എത്ര നേരം എടുത്ത് പളം വെച്ചിട്ട് ഒരു വാക്ക്. ഓക്കെ, നമ്മളെ കാണുമ്പോ പഴങ്കഞ്ഞി കുടിക്കാത്ത പോലെ തോന്നരുത്. നമ്മളെ കാണുന്നവർക്കൊക്കെ ഇത് കൗൺസിലിംഗ് നടത്താൻ പോലെ കൗൺസിലർ എങ്ങനെയാലോ പിന്നെ വല്ലതും വരുമോ? അതിന്റെ അടുത്ത് പോയോ ഉള്ള എനർജി കൂടി പോകും. അപ്പൊ നമ്മൾ സ്മാർട്ട്. നമ്മുടെ പ്രശ്നം, നമുക്കൊരു പ്രശ്നമില്ലാത്ത ആളുകൾ ഈ ലോകത്തുണ്ടോ? ഇല്ല. ഈ ലോകത്ത് പ്രശ്നങ്ങൾ ഓരേ ഉള്ളൂ. മനുഷ്യനായിട്ട് ജനിച്ചോ ശരീരം കൂടെ ഉണ്ടോ അവന് പ്രശ്നമുണ്ട്. പിന്നെ മുമ്പൊരു പ്രശ്നമുണ്ടെന്നുള്ളൂ പിടിച്ചോട് നടക്കണം. അതൊക്കെ അതിന്റെ വഴി നടക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി. നമ്മൾ പ്രൊസീഡ് ചെയ്യും അല്ലേ? ഒരു പാട്ട് പണ്ട് സിനിമ പാട്ട് പാടിയാൽ നമുക്ക് കാറ്റുമൊഴുക്കും കിഴക്കോട്ട് കാവേരി വെള്ളം പടിഞ്ഞാട്ട് പാടിയേ. കിഴക്കോട്ട് കാവേരി വെള്ളം പടിഞ്ഞാട്ട് കാറ്റിനെതിരെ ഒഴുക്കിനെതിരെ തുഴഞ്ഞാലോ കാവേരി വെള്ളം കാണാത്ത വെള്ളം കാണാലോ കാണാത്ത വെള്ളം കാണാലോ. വേർഡ്സ് ഞാൻ പാടില്ല, കുറെ കാലമായില്ലേ. വീട്ടിലായിരുന്ന സമയത്ത് ഒറ്റ പാട്ട് പോലും ഇടാറില്ല. നല്ല പാട്ടൊന്നും പഠിക്കില്ല. രഞ്ജിനി ഉണ്ട് വെള്ളിയാഴ്ചകളിൽ. അന്നൊന്നും ടി വി ഇല്ലല്ലോ, നമ്മുടെ കാലത്തൊന്നും ടി വി ഇല്ല. നിങ്ങളൊക്കെ ടി വിയുള്ള മനുഷ്യരായിരിക്കും കുറെ പേര്. 82 ടി വി വന്നിട്ടില്ല, 80-82 അപ്പോഴേക്കും ഞാൻ കോളേജിൽ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പാട്ടൊക്കെ പാടിയപ്പോ നമ്മൾ എന്തായി? നമ്മളൊരു എനർജിയായി. ചിലപ്പോൾ ഈ കൗൺസിലറിന്റെ കയ്യിൽ ഇങ്ങനെ ചില ടിപ്സ് ഒക്കെ വേണം. ഭയങ്കരമായിട്ട് കറങ്ങനെ വിഷമിച്ചിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കാൻ നേരത്തെ അയ്യോ പാവട്ടോ പറയുമ്പോ അതിന്റെ സങ്കടം കൂടുതൽ കുറയും. അതിന്റെ ഇടയിലേക്ക് മോളെ ആരെങ്കിലൊക്കെ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് നല്ല ഓർമ്മ പറഞ്ഞേ. അപ്പോഴേക്കും അവളുടെ ആ സങ്കടം പെട്ടെന്ന് പോയിട്ട് അവൾ ആ മെമ്മറിയിലേക്ക് ഉടനെ തന്നെ അവളെ നമുക്ക് എൻഹാൻസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പറയുമ്പോൾ വീണ്ടും അറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മോളെ എപ്പോഴും ആരാ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ പറഞ്ഞത്? അടിപൊളി. എവിടെ അപ്പൻ്റെ കൂടെ ഞാൻ ആദ്യം ഭക്ഷണം കഴിച്ചു, അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ഭക്ഷണം കഴിച്ച് ചിലപ്പോൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ചില ഈ പുട്ടിൻ്റെ ഇടയിൽ തേങ്ങ ഇടണ പോലെ ചില ടിപ്സ്. ചില കൗൺസിലറിന് അതിൻ്റെ ഉള്ള ഗുണമുണ്ട്. ചിലരിങ്ങനെ അതൊക്കെ വീട്ടുകളിൽ കളിച്ച് കൊല്ലാട്ടോ. അതിന് നമുക്ക് ഈ പോസിറ്റിവിറ്റി സംസാരിച്ചപ്പോ എന്റെ ഹസ്ബൻഡ് മരിച്ചു പോയി കുറച്ച് നാളായിട്ടുള്ളൂ അവര് പറഞ്ഞത്. ആ സമയത്ത് തന്നെ പറഞ്ഞത് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ കൂടെ എന്നാണ്. ഞാൻ ഓർത്താപ്പോ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ ചില സാഹചര്യങ്ങളില് അതുകൊണ്ട് ആ ചേച്ചി ഓർത്തിരിക്കാൻ, ചേച്ചി എല്ലാ പേര് പറഞ്ഞ ആഗ്നസ്, ദൈവത്തിന്റെ കുഞ്ഞാട് അല്ലേ? ആഗ്നസ്
ആ സമയത്ത് അത് ഓർത്തിരുന്നപ്പോൾ അപ്പോൾ അതൊട്ടും ഓർത്തിരുന്നു. ചിലപ്പോൾ നമ്മളെ ചില മനുഷ്യർ ഓർക്കണത് ഇങ്ങനെയാണ്. എന്നോട് ചിലർ ഞാൻ ക്ലാസ്സിൽ എടുത്ത് കഴിഞ്ഞപ്പോൾ പിള്ളേർ പറയും, സിസ്റ്റർ അതൊന്ന് പറഞ്ഞൊരു വാക്കില്ലേ അതെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടോ. ഇപ്പോഴും എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാനത് ഓർക്കുമ്പോൾ ഞാനിങ്ങനെ കുതിക്കും. നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ അതങ്ങനെ പറഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ നമ്മളെ പോലും അറിയാതെ നമ്മുടെ ജീവിതം പലരെയും സ്വാധീനിക്കുന്നുണ്ട്. സുഗന്ധമൂറുന്ന ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. നൈമിഷിക സുഖത്തിന് വേണ്ടിയുള്ള ബന്ധമല്ല, സുഗന്ധമൂറുന്ന ബന്ധം. അപ്പോൾ പർപ്പസ് ഓഫ് ഗൈഡൻസ് എന്താണെന്ന് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി കൗൺസിലിംഗ് ആൻഡ് സൈക്കോ തെറപ്പി എന്താണ് വ്യത്യാസം? കൗൺസിലിംഗ് ആൻഡ് സൈക്കോ തെറപ്പിയുടെ വ്യത്യാസം. കൗൺസിലിംഗ് റെഫേഴ്സ് ടു ഷോർട്ട് ടൈം മെന്റൽ ഹെൽത്ത്. സൈക്കോ തെറപ്പിയോ long term consultation and treatment. Then counseling deals with the emotional distress arising from the here and now situation. Daily life il undavuna ചെറുതും വലുതുമായ പ്രശ്നങ്ങളാണ് നമ്മുടെ കൗൺസിലിംഗിന് വരുന്നത്. സൈക്കോതെറപ്പിയോ psychotherapy is useful when a person experiences emotional disturbance, distress persistently for a long period and patterns starting emerging in the behavior. അത് ബിഹേവിയറിനെ കൂടി ബാധിക്കുന്ന തഴക്ക ദോഷമായിട്ട് മാറിയിട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ആ ആൾക്ക് എന്ത് വേണം? ലോങ് ടൈം അത് തെറപ്പി വേണം, സൈക്കോ തെറപ്പി വേണം. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കൗൺസിലിംഗ് ആൻഡ് സൈക്കോ തെറപ്പി. പിടിയോ? കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്താവുന്നതാണ്. സൈക്കോ തെറപ്പി എന്ന് പറഞ്ഞാൽ അതിൽ ബിഹേവിയറിന്റെ ഭാഗമായിട്ട് മാറിയ ചില ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരാനായിട്ട് ലോങ് റേഞ്ച് ആയിട്ടുള്ള തെറപ്പി സെഷൻസ് ആവശ്യമാണ്. Then, in such cases, psychotherapy helps in dealing with the problem within the self and help the client to deep within. അതായത് നമ്മളിലേക്ക് തന്നെ ആഴത്തിൽ നോക്കാനും അവരുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി മുന്നോട്ട് പോകാനും അവരുടെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ബിലീഫ്സ് എന്താണ്, ആറ്റിറ്റ്യൂഡ്സ് എന്താണ്, തോട്ട്സ് എന്താണ്, അതാണ് നമുക്ക് സൈക്കോ തെറപ്പിയിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. കൗൺസിലിംഗിൽ താൽക്കാലികമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പരിഹാരം. അതിപ്പം മദ്യപിക്കുന്ന ഒരാൾ, ഇയാൾ ഡെയിലി മദ്യപിക്കുന്ന വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഇയാൾ വന്നിട്ട് പറഞ്ഞു, ദൈവനെയും മദ്യപിക്കുന്നത് എന്ത് പ്രശ്നമാണ് അതിൻ്റെ വീട്ടിൽ, എന്തൊരു സമാധാനക്കേടാണ്, നിന്റെ ഭാര്യ എന്തോരം വിഷമിക്കുന്നുണ്ട്, മക്കൾ എന്തോരം വിഷമിക്കുന്നുണ്ട്, സിസ്റ്ററാണ് ഞാൻ കുടിക്കുന്നത് എന്ന് അവൻ പറഞ്ഞു. ചിലപ്പോൾ ഒരാഴ്ച കുടിക്കുന്നു. അവിടെ എന്താ സംഭവിച്ചത്? ഡീപ്പ് റൂട്ടഡായിട്ടുള്ള കോഴ്സുകൾ എടുത്തോ? ഇല്ല. പെട്ടെന്ന് തന്നെ ഇതുകൊണ്ടുണ്ടാവുന്ന അഡ്വേഴ്സ് ഇഫക്റ്റ് പറഞ്ഞു അവന് ഫീൽ ചെയ്തു, അവൻ കുടിച്ചില്ല. ശരി, സൈക്കോതെറപ്പി എന്ന് പറഞ്ഞാലോ നമ്മൾ എൻ്റെ ലൈഫിലേക്ക് പോകുമ്പോൾ എവിടെ നിന്നാണ് കുടി തുടങ്ങിയത്, എന്താണ് ഓൺസെറ്റ് ഓഫ് ദ പ്രോബ്ലം, എന്താണ് നീ കുടി തുടങ്ങിയത്, എങ്ങനെയാണ് കുടിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അങ്കിൾ കുടിയനായിരുന്നു. അങ്കിൾ എന്നെ കുട്ടിക്കാലം മുതലേ കള്ള് ഷാപ്പിലേക്ക് കൊണ്ടുപോയിരുന്നു. അമ്മാമ്മ എന്നെ അങ്കിളിനെ നോക്കാനായിട്ട് വിടുമായിരുന്നു. അവിടെ അങ്കിൾ എവിടെ കുടിച്ചിരിക്കുന്നു, വീട്ടിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ പോയി അതിലൊരു രസം ഞാൻ കണ്ടു. ഒരു ദിവസം അങ്കിൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അങ്കിൾ നല്ലോണം കുടിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കുടിക്കാൻ തോന്നുന്നു. 18 ദിവസം കുടിച്ചിരിക്കുന്നതിന് അടിക്കുന്നു പറഞ്ഞാൽ ഞാൻ അടിച്ചു. അപ്പോൾ ഞാൻ കുടിച്ചു. അങ്ങനെ കുടിച്ച് അന്ന് ഛർദ്ദിച്ചു കുറേ. അത് കഴിഞ്ഞ് പിന്നെയും ഇടയ്ക്കിടയ്ക്ക് അമ്മാമ്മ അങ്ങനെ അങ്കിളിനെ നോക്കാം. അമ്മാമ്മയ്ക്ക് ഒരു മോനുള്ളൂ, അങ്കിളിനെ നോക്കാം. അമ്മയുടെ അപ്പാപ്പൻ, അതായത് എൻ്റെ അപ്പാപ്പൻ ഭയങ്കര കുടിയനായിരുന്നു. അങ്ങനെ കുട്ടിക്കാലം മുതലേ രുചിച്ച് വന്ന് അങ്കിളിനെ കുടിയാണ്. അപ്പൊ പിന്നെ കാണിക്കുന്നത് സ്വന്തം അപ്പൻ കുടിക്കില്ലായിരുന്നു. സ്വന്തം മോളുടെ മോനാണിത്. മോളുടെ മോനാണ് അമ്മയുടെ വീട്ടിൽ നിൽക്കുന്നത്. പക്ഷെ ഈ അങ്കിളിന്റെ അപ്പനെയും കണ്ടിട്ടാണ് അവൻ കുടിയനായിട്ട് മാറിയത്. അപ്പൊ അവന്റെ ഫാമിലി പ്രോബ്ലത്തിലേക്ക് പിന്നെ ചെല്ലണം. അപ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിക്കാനായിട്ട് പറ്റാത്തത്. അതൊരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കേസിൽ ആൾക്ക് ആ അങ്കിളിനോട് ഭയങ്കര റിയാക്ഷനാണ്, ഭയങ്കര വെറുപ്പാണ്. എന്നിട്ട് അങ്കിളിന്റെ അതേ സ്വഭാവം ഈ അടിമയാണ്. അതൊരു അടിമത്വമാണ്. അവിടെയാണ് ഒരു ആന്തരിക സൗഖ്യം നമുക്ക് വേണമെന്ന് പറയുന്നത്. ആന്തരിക സൗഖ്യ ധ്യാനം എന്ന് പറയുന്നതാണ് സത്യത്തിലൊരു സൈക്കോതെറപ്പി. മേ ബി ഈ കോമൺ ആയിട്ട് കാണുന്ന മാസ് ഇന്റർവെൻഷൻ അല്ലാട്ടോ ഞാൻ പറഞ്ഞത്. ഒരു ഹീലിംഗ്, ആഴമായിട്ടുള്ള ഹീലിംഗ് ഉണ്ട്. ചിലപ്പോൾ മാസ് ഇന്റർവെൻഷനിൽ ഒരാൾക്ക് ഒരു തെറാപ്യൂട്ടിക് സെഷൻ, ഒരു ഹീലിംഗ് കിട്ടുന്ന ഒരു അനുഭവം ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ്. ഇതിനടുത്ത് സൈക്കോതെറപ്പി എന്നുള്ളത് ഹൗ ടു ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിൽ ഞാൻ വെക്കുകയാണ്. വേറെ ആരോ പുത്രനാണ് ഈ കുട്ടീനെ അടിമപ്പെടുത്തിയത് അങ്കിളാണ്. ഇന്ന് തുടങ്ങി അങ്കിളിനെ ഗുഡ് ബൈ പറഞ്ഞ് വിടാനും ആ അങ്കിളിനോട് ക്ഷമ കൊടുക്കാനും ക്ഷമ സ്വീകരിക്കാനും സാധിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ചലഞ്ച്, എൻ്റെ ജീവിതത്തിൻ്റെ ഓണർഷിപ്പ് ഞാൻ തന്നെ കയ്യിലെടുക്കുക എന്നുള്ളതാണ്. അതാണ് സൈക്കോതെറപ്പിയുടെ ലക്ഷ്യം. അതിൻ്റെ ചലഞ്ചിങ് സിറ്റുവേഷൻ വിത്ത് ഹെൽത്തി കോപ്പിംഗ് സ്കിൽസ്. നല്ല കോപ്പിംഗ് സ്കിൽസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എന്താണ് നല്ല കോപ്പിംഗ് സ്കിൽസ്? നല്ല കൂട്ടുകാരോടുള്ള സംസർഗങ്ങൾ, നല്ല കൂട്ടായ്മയിലുള്ള സംസർഗങ്ങൾ, ഡെയിലി ഒരു റിലീജിയസ് ഹെൽപ്പ്,
ചിലപ്പോൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുക, അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ വായിക്കുക, അമ്പലത്തിൽ പോയി തൊഴുക എല്ലാ ദിവസവും. ചിലപ്പോൾ ഭാര്യ ഭർത്താവും കൂടെ ഇടയ്ക്ക് സിനിമയ്ക്ക് പോകും, നിങ്ങളുണ്ടാകും കുറച്ച് വർത്താനം പറയുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോപ്പിംഗ് സ്കിൽസ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എൻഗേജ് ചെയ്യുക, ഹോബീസ് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുക, അതൊക്കെ അതിന് സഹായിക്കും. പിന്നെ സൈക്കോതെറാപ്പി ഹാസ് ഫോക്കസ്ഡ് ഓൺ സീരിയസ് പ്രോബ്ലം. കൗൺസിലിംഗ് പോലെയല്ല, അത് സീരിയസ് അസോസിയേറ്റഡ് വിത്ത് ദ ഇൻട്രാസൈക്കിക് ഡിസോർഡർ. എന്താണ് ഇൻട്രാസൈക്കിക് ഡിസോർഡർ? സൈക്കോതെറാപ്പിയാണ് സച്ചസ് delusions and hallucination, internal conflicts and personality issues. അതും ഇപ്പോൾ ഒരാൾക്ക് എന്താണ് ചെയ്ത കാര്യം തന്നെ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അതായത് ചിലപ്പം വാതിലടച്ചോ എന്നൊരു 10 പ്രാവശ്യം നോക്കുന്നൊരു പ്രകൃതി, അല്ലെങ്കിൽ കൈ കഴിയണമെന്നൊരു പ്രകൃതി, അതാണ് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. നിങ്ങൾ അഡ്വാൻസ്ഡ് കോഴ്സിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പം അങ്ങനെ ഒരു പ്രശ്നമാണെങ്കിൽ അതിന് നമുക്ക് സൈക്കോതെറാപ്പി ആവശ്യമാണ്. മനസ്സിലായ? ഇപ്പോൾ ഒരു ക്ലപ്റ്റോമാനിക, അല്ലെങ്കിൽ നുണ പറയുന്ന ഒരു ശീലം, അല്ലെങ്കിൽ കട്ടെടുക്കുന്ന ഒരു ശീലം, അതിനൊക്കെ വെറുതെ ഒരു കൗൺസിലിംഗ് കൊണ്ടൊന്നും അവരുടെ പ്രശ്നത്തെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അത് നമുക്ക് സൈക്കോതെറാപ്പി ആവശ്യമാണ്. അതൊരു ബിഹേവിയറൽ പ്രോബ്ലം, അത് തഴക്ക ദോഷമായിട്ട് മാറും. അത് ഇനി സൈക്കോതെറാപ്പി എംഫസൈസ് ദ പാസ്റ്റ് മോർ ദാൻ ദ പ്രസന്റ്. പ്രസന്റിനേക്കാളും കൂടുതൽ സൈക്കോതെറാപ്പി ലക്ഷ്യം വയ്ക്കുന്നത് പാസ്റ്റിലെ ഇഷ്യൂസ് ആണ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് പ്രസന്റ് ഇഷ്യൂസ് ആണ്. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇൻസൈറ്റ് മോർ ദാൻ ചേഞ്ച്. കൗൺസിലിംഗിലൂടെ ചേഞ്ച് ആണ്, വ്യക്തിക്ക് ഒരു ചേഞ്ച് വരും, ആ പ്രസന്റ് കണ്ടീഷനിൽ ഒരു ചേഞ്ച് വരും. സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസൈറ്റ് കൊടുക്കുക, ഒരു ഉൾക്കാഴ്ച. നേരത്തെ പറഞ്ഞ പോലെ ആ ബാങ്ക് മാനേജറിന് ഒരു ഉൾക്കാഴ്ച കൊടുക്കുക. മനസ്സിലായില്ലേ? ഇനിയും ദ ഡിറ്റാച്ച്മെന്റ് ഓഫ് ദ തെറപ്പിസ്റ്റ്. തെറപ്പിസ്റ്റിനോട് നമുക്കൊരു ഡിറ്റാച്ച്മെന്റ്, കൗൺസിലറിനോട് നമുക്കൊരു അറ്റാച്ച്മെന്റ് വരും. അറ്റാച്ച്മെന്റ് മീൻസ് നല്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ പ്രോബ്ലം കഴിഞ്ഞ് പോകും. സൈക്കോതെറാപ്പിയിൽ ആ പ്രോബ്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെല്ലേണ്ട ആവശ്യം ഇല്ല, പ്രോബ്ലം സെറ്റിൽ ചെയ്തു. ഹീറാണ് ആ പ്രോബ്ലം ആയതുകൊണ്ട് കൗൺസിലറിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മറ്റേത് ഒരു പ്രശ്നം കഴിഞ്ഞപ്പോൾ തീരുന്നു, പിന്നെ ഒരിക്കലും നമുക്ക് ആ പ്രോബ്ലം വന്നിട്ടില്ല, പിന്നെ നമുക്ക് പോകേണ്ട കാര്യമില്ല. ഇനി അടുത്തതാണ് തെറപ്പിസ്റ്റ് റോൾ ആസ് എൻ എക്സ്പേർട്ട്. തെറപ്പി എന്നൊരു എക്സ്പേർട്ടിൻ്റെ റോളാണ്. അത് ഈ ലുട്ടിലൊടുക്ക് കൗൺസിലിംഗ് സ്കില്ലുകൊണ്ട് പറ്റില്ല. അത് തെറാപ്യൂട്ടിക് ആയിട്ട് അതിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം അത് ചെയ്യുന്നത്. ഇനി മീനിങ് ഓഫ് സൈക്കോതെറാപ്പി അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞ എല്ലാം കൂടി കൂട്ടിച്ചേർത്താൽ അതായിരിക്കും. ഫോക്കസ് ഓൺ ഹെൽപ്പിംഗ് യു ഹീൽ ആൻഡ് ലേൺ മോർ കൺസ്ട്രക്റ്റീവ് വേസ് ടു ഡീൽ വിത്ത് ദ പ്രോബ്ലം. കേട്ടോ? അവിടെ ഒരു ഹീലിംഗ് ഉണ്ട്, അവിടെ ഒരു ലേണിംഗ് ഉണ്ട്. ഓക്കെ, ദെൻ സൈക്കോതെറാപ്പി ഈസ് മോസ്റ്റ് സക്സസ്ഫുൾ when the individual enters therapy on their own and has a strong desire to change. അതായത് ഈ വ്യക്തിക്ക് ഒരു സ്ട്രോങ് ഡിസയർ ഉണ്ടാവണം, എനിക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായും പുറത്തു വരണം, അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ഇത് മാറുള്ളൂ, അല്ലെങ്കിൽ മാറാൻ പറ്റില്ല. ആ സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് അതാണ്. എന്നാലേ അവന് അത് മാറാനുണ്ട്. അത് ആഗ്രഹമില്ലാത്ത ഒരാളെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ചേഞ്ച് വിൽ ബി സ്ലോ ഇൻ കമ്മിങ്. എനിക്ക് ചേഞ്ച് ആവശ്യമില്ലെങ്കിൽ ചിലർ കൗൺസിലിങ്ങിനോട് എനിക്കൊരു ആവശ്യമില്ല, അമ്മാവ് നേരം ഞാൻ വന്നു എല്ലാ കാര്യം ഉണ്ടാ. അപ്പം ഞാൻ പറയും, മോനെ എനിക്ക് നേരം കളയാറില്ല, എനിക്ക് കൊള്ളാൻ പറയും. നീ എന്തിനവിടെ വന്നേ? മമ്മി പറഞ്ഞു വരാനാണ്. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ? എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. ഭാര്യ ഭർത്താവ് കൂടി കൗൺസിലിംഗ് നേരിടുന്നതാണ്. ഭാര്യയോട് ഞാൻ ചോദിച്ചു, മോളെ സിസ്റ്റർ ഞങ്ങളുടെ ഫാമിലി ലൈഫ് ശരിയില്ല, ഞങ്ങൾ 7 കൊല്ലം പ്രണയിച്ചതാണ്, ഇപ്പോൾ കല്യാണം കഴിച്ച് 3 മാസമായിട്ടുള്ളൂ, എനിക്കൊരു സേഫ്റ്റി ഫീലിംഗ് ഇല്ല, ഇവൻ രാത്രി വളരെ വൈകിയാണ് തന്നെ, എന്നെക്കൊണ്ട് പറ്റില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലാവും ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, പെട്ടെന്ന് ദേഷ്യം വന്നാൽ എന്നെ കൊങ്ങയ്ക്ക് പിടിക്കും. ഒരു ദിവസം എന്നെ കൊങ്ങയ്ക്ക് പിടിച്ചു. അപ്പം ഞാനിനി എങ്ങനെ ഇവരുടെ കൂടെ കിടന്നുറങ്ങും? ഒരു കൊലപാതകയുടെ കൂടെ കിടന്നുറങ്ങുന്ന ഒരു ഫീലാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത്. ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ. 7 കൊല്ലം നയിച്ചത് ഇവൻ പറയണേ ഇതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞൊരു കൗൺസിലിംഗ്. അപ്പോൾ നമുക്കൊരു സെഷൻ ഉണ്ട് പ്രോബ്ലം എഴുതാനുള്ളത്. അതിലൊന്നും എഴുതിയിട്ടില്ല, ഒരു സാധനം എഴുതിയിട്ടില്ല. എഴുതിയത് ഇങ്ങനെ പാരൻസ് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ്, സിസ്റ്റേഴ്സ് MBBS സ്റ്റഡി. ഒരു പ്രശ്നമില്ല. ഞാൻ ചോദിച്ചു, ഇതിന് നീ എന്താ കൗൺസിലിംഗ് പറഞ്ഞത്? പെണ്ണ് എഴുതിയിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, മാരിറ്റൽ ഡിസ്കംഫർട്ട്, അങ്ങനെയുള്ളതാണ് പെണ്ണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവരെ തുടങ്ങി എന്ത് ചെയ്യണം? അവർ പ്രോബ്ലത്തിലാണ് എന്നുള്ളതിന് അവരുടെ സമയമില്ല. എന്ന് പറഞ്ഞാൽ മനസ്സിലായ. അപ്പോൾ ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആകെ വെപ്രാളായി. അപ്പോൾ പറഞ്ഞു, നിന്റെ കൂടെ ജീവിക്കുന്ന പെണ്ണ് പറയുന്നത് ഇതൊക്കെ പ്രോബ്ലമാണ്, നിനക്ക് എന്ത് പ്രോബ്ലം അല്ലാത്ത? അതിനൊരു ടോക്സിക് റിലേഷൻ സിസ്റ്റർ എല്ലാ നേരം ഞാൻ കൂടെ ഇരിക്കുന്ന കാര്യം നടക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാ നേരം ഞങ്ങളുടെ കൂടെ ഇരിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല, കല്യാണം കഴിച്ചെങ്കിൽ അതിനൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ഏതായാലും കഴിഞ്ഞപ്പോൾ അവന് ബോധ്യപ്പെട്ടു, അവൻ തീരുമാനിച്ചു എനിക്കൊരു പ്രശ്നം ഉണ്ടെന്നെങ്കിലും മനസ്സിലായി.
ഒരു വിജയം കിട്ടിയോ? അപ്പൊ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും ആളുകൾ. Then common types of psychotherapy are, what are the common types? Behavior therapy, cognitive behavior therapy എന്ന് പറയുന്നത് എന്താ? വളരെ സിംപിളി ആ വാക്ക് നോക്കി നമ്മൾ ഡീറ്റെയിൽ എടുക്കുന്ന പഠിക്കും. ബിഹേവിയർ തെറപ്പി സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ. പിന്നെയോ കോഗ്നിറ്റീവ് തെറപ്പി ആറ്റിറ്റ്യൂഡ്, ഇന്റലക്ച്വൽ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്താൻ. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, പരസ്പരമുള്ള ബന്ധങ്ങളിൽ മാറ്റം വരുത്താൻ. സൈക്കോ ഡൈനാമിക് തെറപ്പി, എൻ്റെ പാസ്റ്റിൻ്റെ ഇഷ്യൂസ് എന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്നതാണ്. ഫാമിലി തെറപ്പി, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള. ഗ്രൂപ്പ് തെറപ്പി, ഒരു ഗ്രൂപ്പിനുള്ള ഇഷ്യൂസ്. ഇപ്പോൾ യുദ്ധത്തിന് പോകുന്ന ഒരു ഗ്രൂപ്പിന് മൊത്തം തട്ടേക്കാട് കോട്ടപ്പാടത്തിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ എല്ലാ ഫാമിലിയിലും വിളിച്ച് ഞങ്ങളൊരു സൈക്കോ തെറപ്പി നടത്തി. ആ ബോട്ടിൽ മുങ്ങിപ്പോയി എല്ലാ കുട്ടികളുടെ ഞങ്ങൾ ആ ഇടവകയിൽ പോയി എല്ലാ ഫാമിലിനെയും ഹൗസ് വിസിറ്റിംഗ് നടത്തി. അവരെല്ലാവരും കൂടി ഒരുമിച്ച് ആ സ്കൂളിലെ ടീച്ചേഴ്സിന് എല്ലാവരും കൂടി ഒരു സെഷൻ കൊടുത്തു, പാരൻസിന് ഒരുമിച്ച് സെഷൻ കൊടുത്തു. അത് വലിയൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഹെൽപ്പാണ്. അതുകൊണ്ട് ആ ടീച്ചേഴ്സ് ഒന്ന് റിലീവ്ഡ് ആയിരുന്നു. ടീച്ചേഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഗ്രൂപ്പ് തെറപ്പി. ഇനി the term counselor has numerous meaning. നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ എന്തൊക്കെയാണ്? തെറപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാരേജ് ആൻഡ് ഫാമിലി കൗൺസിലർ, സൈക്യാട്രിസ്റ്റ്, ലോയർ ഒക്കെ തെറപ്പിസ്റ്റാണ്. ലോയർ ഒരു തെറപ്പിസ്റ്റ് അല്ലേ? ഇനി അടുത്ത, an effective counselor can identify negative thinking by you to build upon personal strength to develop more positive attitude, assist you in making positive changes in your relationship with others. അപ്പോൾ നല്ലൊരു ഇഫക്റ്റീവ് കൗൺസിലറിന് ഒരു നെഗറ്റീവ് തോട്ടിനെ ഐഡന്റിഫൈ ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ ടോക്സിസിറ്റിയിൽ നിന്ന് അവരെ പോസിറ്റിവിറ്റിയിലേക്ക് വളർത്താനും അവരുടെ ജനറൽ ആയിട്ടുള്ള ഒരു വെൽബീയിങ്ങിന് ഹെൽപ്പ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഇനി അടുത്തതോ എന്താണ്? കൗൺസിലർ ഷുഡ് നോ ദ നോളജ് ഓഫ് ദ സൈക്കോളജിക്കൽ തിയറീസ്. കൗൺസിലിങ്ങിൻ്റെ പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ തിയറീസിനെ കുറിച്ചൊക്കെ ഒരു വിവരം ആർക്കുണ്ടാവണം? കൗൺസിലറിന് ഉണ്ടാവണം. സൈക്കോളജിയിൽ PhD ചെയ്തവർക്ക് കൗൺസിലിംഗ് നടത്താൻ പാടുള്ളതൊന്നുമില്ല. ബാഡ് ഫുഡ് കൗൺസിലേഴ്സ് ആവാൻ ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. ഒരു സൈക്കോ തെറപ്പിസ്റ്റ് ആവാൻ പറ്റില്ല, അതിന് കുറേ ഡീപ്പർ സ്റ്റഡീസ് ആവശ്യമാണ്. പക്ഷേ ഒരു കൗൺസിലർ ആവാനും ബേസിക് സ്കിൽസ് ഉപയോഗിക്കാനും കുട്ടികളുടെ കൗൺസിലിംഗ് ഒക്കെ നടത്താനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അതിൽ നിന്ന് റെഫർ ചെയ്യാനായിട്ട് കേസുകൾ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഒരു കൗൺസിലിംഗ് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് നോക്കണ്ട. നിങ്ങളൊന്ന് പറഞ്ഞ നിങ്ങൾ വെറുതെ ഊഹിച്ച് പറ. ഇതൊന്നും പുസ്തകത്തിൽ പറഞ്ഞ പോലെ എഴുതുന്ന കാര്യങ്ങളിൽ കൗൺസിലർ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ കേൾക്കാനുള്ള മനസ്സ് വേണം, പിന്നെ മനസ്സിലാക്കാം. ശാന്ത സ്വഭാവക്കാരൻ അത് നിർബന്ധമില്ലേട്ടാ. എന്നാലും പൊതുവെ നമ്മുടെ ആ സെഷനിലെങ്കിലും ശാന്തരായിരിക്കും. പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ ശാന്തനോട് അതൊരു ടെൻഷൻ വന്നതിനെ പ്രതീക്ഷിക്കപ്പെട്ടു വരും. എന്നാലും ഒരു പരിധി വരെ മാന്യമായിട്ട് പെരുമാറാൻ പറ്റുന്ന ആളായിരിക്കും. അതിനോട് സ്കില്ല് വേണ്ടേ? പിന്നെ സ്നേഹമുള്ള ആളായിരിക്കും. പിന്നെ ഒരു കരുണയുള്ള ആളായിരിക്കും, ഒരു കമ്പാഷനേറ്റ് ആയിരിക്കും. അതാണ് സ്നേഹത്തെക്കാൾ ഉപരി. ഒട്ടിപ്പിടിക്കുന്ന ആളായ പ്രശ്നമായിരിക്കും. ക്ഷമ വേണം. വെരി ഗുഡ്. ക്ഷമ വേണം. കേട്ടിരിക്കുക. നമ്മുടെ ആറ്റിറ്റ്യൂഡൊന്നും അല്ല അവർ പറയുന്നത്. അത് നിതാന്തമായ ക്ഷമ വേണം. ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കും. പിന്നെ വിശ്വാസം വേണം. ട്രസ്റ്റ് ആയിരിക്കും. ഞാൻ പറയുന്ന കാര്യം നല്ല വിശ്വാസമുള്ള നല്ലൊരു വ്യക്തിയോടെ പറയണേ, ഒരു ഇന്റഗ്രിറ്റി ഉള്ള വ്യക്തിയോടെ പറയണേ ബോധ്യം. ആധികാരിക, അതോറിറ്റേറ്റീവ് ആണ്. ഒരു ഒതന്റിസിറ്റി വേണം, ഒതന്റിക് ആയിരിക്കണം. പിന്നെ ട്രൂത്ത്ഫുൾ ആയിരിക്കണം, ഓപ്പൺനെസ് ഉണ്ടായിരിക്കണം. വേണ്ടേ? അപ്പോൾ എല്ലാവരും ഇതൊക്കെ പഠിക്കാനൊന്നുമില്ലെന്ന്, ഇത് വലിയ സ്റ്റൈലൊക്കെ ഞങ്ങൾ പറയണമെന്നുള്ളൂ. സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യം. അതൊക്കെ എല്ലാം കൂടി എന്ന് പറഞ്ഞ് എന്നെ കുറിച്ച് എനിക്കൊരു ബോധ്യം ഉണ്ടാവും. ഞാൻ ആരാണ്, എൻ്റെ വീക്ക്നെസ്സിനെ കുറിച്ച്, എൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് ബോധ്യം ഉണ്ടാവും. അപ്പം എൻ്റെ വീക്ക്നെസ് പതറിപ്പോകുന്ന സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കണം. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രകൃതി എനിക്കുണ്ടെന്ന് വിചാരിക്കും. സിമ്പിൾ വിചാരിക്കും. ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രകൃതി നേച്ചർ എനിക്കുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആളുകളെ നമ്മൾ എന്താ പറയുക, മാനിപ്പുലേറ്റ് ചെയ്യും. ചിലരോട് എനിക്ക് ഇഷ്ടം തോന്നും, അത് ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങിയാലോ അത് ഭയങ്കര അപകടം. അല്ലെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഇറിറ്റേറ്റഡ് ആകുന്ന പ്രകൃതിയില്ല. അപ്പോൾ ചിലർ ഇങ്ങനെ പറഞ്ഞു, നീ ഒന്ന് വേഗം പറഞ്ഞു ഇത് കുറഞ്ഞായിരിക്കും എന്നോട് പറയുന്നെങ്കിൽ അടുത്തേക്ക് പറ്റില്ല. അപ്പൊ എൻ്റെ വീക്ക്നെസ് എന്താണ്, എൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് ഒരു ബോധം എനിക്കുണ്ട്. അപ്പൊ ഞാൻ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. ഫൈൻ,
ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ പാടില്ല. ഇപ്പോൾ അടിച്ച് വെള്ളം വന്നിട്ട് കാരണം നമുക്ക് ആ സെൽഫ് അവയർനെസ് വേണം. അപ്പം ചിലപ്പോൾ ഒന്ന് നടന്ന് ഒന്ന് വെള്ളം കുടിച്ച് ആരുടെയെങ്കിലും കാവ് പോകുന്നൊക്കെ പറഞ്ഞ് ഓടി വീണ്ടും വരും. അത് മനസ്സിലാക്കാനുള്ള ഒരു കണ്ണ് വേണം. ദെൻ ലിസണിങ് സ്കിൽ നിങ്ങൾ പറഞ്ഞു. എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞില്ല? എമ്പതി പരാനുഭൂതി നെഗോഷിയേഷൻ അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാം. നമ്മൾ ഇത്തിരി കോംപ്രമൈസ്ഡ് ആയിട്ടാണ്. നമ്മൾ പിടിവാശിക്കാർക്ക് കൗൺസിലർ ആവാൻ പറ്റത്തില്ല. നെഗോഷിയേറ്റിംഗ് സ്കിൽ. സെൽഫ് ഡിസ്ക്ലോഷർ, സ്വയം തുറന്നു വയ്ക്കുന്ന ഒരു പ്രകൃതി. എന്നുവെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ പോലെ മറ്റുള്ളവർ പറയണമെന്നല്ല. ചിലപ്പോൾ എൻ്റെ ഒരു ഇഷ്യൂ അയാളുടെ ഇഷ്യൂ ആയിട്ട് സാമ്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് വന്നൊരു കുട്ടി പരീക്ഷയ്ക്ക് തോറ്റു എന്ന് പറഞ്ഞാൽ എനിക്ക് സുന്ദരമായിട്ട് പറയാൻ പറ്റും. ഞാനും തോറ്റിട്ടുണ്ട് മോളെ, ഞാനും തോറ്റു, പക്ഷേ ഞാൻ റാങ്ക് മേടിച്ചു. ഞാൻ 10ാം ക്ലാസ്സിൽ തോറ്റാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. 10ാം ക്ലാസ് തോറ്റിട്ടുണ്ട്, പഠിച്ചില്ല, ഉഴപ്പി ബുദ്ധിയില്ലാത്തിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ ക്ലാസ് ഫസ്റ്റാണ്. 10ാം ക്ലാസ്സിൽ ഉഴപ്പി നടന്ന് ഡാൻസ് കളിച്ച് പാട്ട് പാടി ഇതിനൊക്കെ നടന്ന് തോറ്റു. അത് കഴിഞ്ഞ് പിന്നെ പഠിച്ചു. ഡിഗ്രിക്ക് എനിക്ക് 4th റാങ്കാണ്, PGക്ക് എനിക്ക് 2nd റാങ്കാണ്, PhD 3 കൊല്ലം കൊണ്ട് തീർത്തു. എന്താ വേണ്ടത്? അപ്പോൾ ഈ കൊച്ചു അപ്പോൾ ഈ തോട്ടെ നീ ഇത്ര കുട്ടികളെ കൊടുക്കുന്നുണ്ട് പറ്റൂടാ, അന്നാ പിന്നെ ഞാൻ തോട്ടത്തോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ എന്ന് പറയുന്നത് ഉഷാറായിട്ട് അങ്ങ് പോകും. പിന്നെ ചിലപ്പോൾ അത് നമുക്ക് കയറും. അപ്പം ചിലപ്പോൾ നമ്മൾ സെൽഫ് ഡിസ്ക്ലോഷർ ആവശ്യമില്ലാത്ത കൊണ്ടുവരുന്നത് മനസ്സിലായോ? ഇനി അടുത്തത് സെൽഫ് ഡിസ്ക്ലോഷർ കമ്മ്യൂണിക്കേഷൻ, അസർട്ടീവ്നെസ് ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി, ട്രസ്റ്റ്. അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്സാഹപരത. അസർട്ടീവ് ചത്തതിനെ കുഞ്ഞ് ജീവിച്ചിരിക്കണം നല്ല അസർട്ടീവായിരിക്കും പെരുമാറ്റം, സംസാരം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. സത്യത്തിൽ എന്താണ് ഓഫ് എ കൗൺസിലർ ഉണ്ടായിരുന്നത്? എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് റിക്വയർമെന്റ്സ് ഫോർ കൗൺസിലേഴ്സ് വാരി ബൈ സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിലും ഓരോ രീതിയിലാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ജനറലി ഇന്ത്യയിൽ നമ്മൾ പറയുന്നത് എന്താണ്? മാസ്റ്റേഴ്സ് ഡിഗ്രി യൂഷ്വലി ഈസ് റിക്വയർഡ് ടു ബി ലൈസൻസ്ഡ് ഓർ സർട്ടിഫൈഡ് ആസ് എ കൗൺസിലർ. അതുണ്ടായിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്, ലൈസൻസ്. സത്യത്തിൽ ഇന്ത്യയുടെ പ്രത്യേകത അനുസരിച്ച് RCI, അതായത് റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കൗൺസിൽ തന്നെയുണ്ട് നമുക്ക്. അവർ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് കോഴ്സുകളാണ് നമുക്ക് വേണ്ടത് എന്നാണ് നമ്മുടെ ഒരു ജനറൽ ഡിസിഷൻ. ഫോർ ലൈസൻസിങ് ലൈസൻസ് കൊടുക്കുന്ന ഒരു ഏജൻസി RCI ആണ്. ഇതിൽ അപ്ലൈ ചെയ്താൽ ഇന്ന കോഴ്സുകൾ പഠിച്ചിട്ടുള്ള ഇന്ന ചെയ്തിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്താൽ ലൈസൻസ് കിട്ടും. One of the main functions of the council is to standardize the training course for various categories, professionals, personnel for ensuring quality services to the people with the disabilities. Disability ഉള്ള ആളുകൾക്കും എല്ലാം ഏരിയയിലും വർക്ക് ചെയ്യാനായിട്ടുള്ള RCIയുടെ രജിസ്ട്രേഷനുള്ള ഏതെങ്കിലും അങ്ങനെ ഒരു കൗൺസിൽ ഇന്ത്യയുടെ ഒരു രീതി അങ്ങനെയാണ്. ഇനി കൗൺസിലറിന്റെ വാല്യൂയും ക്ലയന്റിന്റെ വാല്യൂ ഒന്നാണെന്നുള്ള നിർബന്ധമുണ്ടോ? കൗൺസിലറിന്റെ വാല്യൂയും ക്ലയന്റിന്റെ വാല്യൂ ഒന്നാണെന്നുള്ള നിർബന്ധമില്ല. ഇല്ല. വാല്യൂ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് എനിവൺസ് വാല്യൂ സിസ്റ്റം ഈസ് ലൈക്ലി ടു contain inherent contradictions. That is a contradiction which, if exposed, can result in high levels of anxiety. കാരണം ഇപ്പം ഞാൻ ചിന്തിക്കുന്ന രീതിയല്ല എൻ്റെ ക്ലയൻറ്റ് ചിന്തിക്കുന്നത്. അപ്പം അയാളത് സത്യം ഇതുവരെ അതൊരു കുഴപ്പമില്ല എന്ന് അയാൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്കത് ശരിയായിട്ടുള്ള വാല്യൂ അല്ല. അപ്പം നമ്മൾ ഇയാൾ എന്താ ക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിൽ എന്ത് മനുഷ്യനാണോ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ആകെ ടെൻഷനായി. ഇവിടെ വന്ന ആൾക്ക് ടെൻഷൻ കൂടി പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ വാല്യൂ ഇൻസിസ്റ്റ് ചെയ്തിട്ട് അയാളെ തിരിച്ചേൽപ്പിക്കാൻ പാടില്ല. പതുക്കെ അയാളെ റിയലൈസ് ചെയ്ത് ന്യായമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഇപ്പോൾ വാല്യൂസ് ഒന്നാണെന്നൊരു നിർബന്ധം ഇല്ല. ഇനി കൗൺസിലിംഗ് പ്രോസസ്. എന്താണ് കൗൺസിലിംഗ് പ്രോസസ് എന്ന് വെച്ചാൽ? ഇപ്പോൾ വേണ്ടിയതിനെ 11:45 ഇങ്ങനെ ഭക്ഷണം വെച്ചിട്ട് വരാം. 1:45 അപ്പോൾ നമുക്ക് വേഗം